ഓക്കെ ആണെങ്കിൽ തുടങ്ങിക്കോ. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വ അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹല അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വ റിസ്ഖൻ ത്വയ്യിബ വ അമലൻ മുതഖബ്ബല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജിന്റെ കാര്യം കുറച്ച് മുമ്പേ പറയേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ ഹജ്ജിന് പോയി വന്ന് പിറ്റന്ന് തന്നെ നാട്ടിൽ പോവുകയും പിന്നെ അത് കഴിഞ്ഞ് മടങ്ങി വന്ന് സെറ്റാവാൻ കുറച്ച് ടൈം എടുത്ത്. ഇന്നിപ്പം നമ്മളെ നാട് നേരിടുന്ന മഹത്തായ വിഷമം അതാലോചിക്കുമ്പോൾ ഉറ്റവരും ഉടയവരും ഇല്ലാതായവരെ വേദന, അല്ലാഹ് അവർക്ക് ക്ഷമയും സമാധാനം നൽകണേ നാഥ. അവർക്കുണ്ടാവുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാൻ അത് സഹായിക്കട്ടെ നമുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണപ്പെട്ടവർക്ക് അള്ളാഹു ഷഹീദിന്റെ കൂലി നൽകട്ടെ. നമുക്കും അതിൽ നിന്ന് മാറ്റം വരുത്തുവാൻ സാധിക്കട്ടെ. നമ്മളെ പിടിവിടാൻ അള്ളാഹുവിന് സാധ്യമാവാഞ്ഞിട്ടല്ല അല്ലേ, കുറച്ചുകൂടെ നമ്മളിങ്ങനെ കൈവിട്ട് തന്നിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ ഞാൻ എങ്ങനെ പരീക്ഷിക്കണുണ്ട് എന്നൊക്കെ പഠിച്ചോ നമ്മളോട് പറയുകയാണ്. ഇത് ഞാൻ എന്നോട് തന്നെ പറയണം കേട്ടോ, നിങ്ങളോടല്ല. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹജ്ജിലേക്ക് പോവാം. ഹജ്ജ് അത് പറയുമ്പോ എനിക്ക് ആദ്യം തന്നെ പറയേണ്ട ഒരാളുണ്ട്. അതിന് പ്രിപ്പയർ ചെയ്യണതിന് മുന്നേ തന്നെ എന്നെ സഹായിച്ച ഒരാള്. അതായത് നമ്മൾ ആഗ്രഹിക്കുക, റബ്ബ് അത് നിറവേറ്റി തരും. ഇൻഷാ അല്ലാഹ്. മ്യൂട്ട് ചെയ്യാൻ പറ്റൂലേ? മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ചെയ്യാം. എല്ലാരും മ്യൂട്ട് ചെയ്തേ. ഓക്കെ. അതായത് എനിക്ക് പറയേണ്ട ഒരാളുണ്ട്. അവരെ പറ്റി ഞാൻ പറയാതെ നിവൃത്തിയില്ല. എല്ലാവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരേപോലെ ആവില്ല, സാഹചര്യങ്ങളെല്ലാം വ്യത്യസ്തമാവും. എന്നാലും ആഗ്രഹിച്ചിട്ട് നമുക്കത് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ മരണപ്പെട്ടു പോണത് അത് നമ്മളെ കൈകളിലല്ല ഉള്ളത്, അത് അള്ളാഹുവിന്റെ കൈകളിൽ. അത് ഫുൾ അറിയുന്നവൻ അള്ളാഹു. പക്ഷെ നമ്മളത് ആഗ്രഹിച്ചതിന്റെ പ്രതിഫലം അള്ളാഹ് തരാതിരിക്കില്ല. നമ്മള് അത് അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കുക, അത് നമുക്ക് തരാതിരിക്കില്ല. അതിനൊരു ഉദാഹരണമാണ് ഞാൻ തന്നെ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഷമീമ, ആള് പറയുമായിരുന്നു, അങ്ങനെ നിങ്ങൾ ഹജ്ജിനോ ഉംറക്കോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു 10 രൂപയെങ്കിൽ 10 രൂപ ഒരു കുഞ്ഞു കുടുക്കയിലിട്ടിട്ട് തുടങ്ങുക, ഒപ്പം ദുആ ചെയ്യുക. അങ്ങനെ അത് കേട്ട ഉടനെ തന്നെ ഞാൻ അതിങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങി. ആ പൈസ ഇടുമ്പോ ഞാനിങ്ങനെ പഠിച്ചോനെ ഈ ഹജ്ജ് എനിക്ക് നിറവേറ്റാൻ പറ്റണേ പഠിച്ചോനെ, ഹജ്ജ് എനിക്ക് നിറവേറ്റാൻ പറ്റണേ പഠിച്ചോനെ. ഓരോ ദുആകളും അത് ചെയ്യുമ്പോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് വിചാരിച്ചിട്ട് ഈ പൈസ കൊണ്ടാണ് ഞാൻ ഹജ്ജ് ചെയ്തത് എന്നതിനർത്ഥമല്ല കേട്ടാ, അത് പടച്ചോനാണ് അത് നിറവേറ്റി തന്നത്. പക്ഷെ ഒരു കുഞ്ഞു ഭാഗം അതിൽ പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹുവിനോടുള്ള ആ ദുആ, അതാണ് അതിന്റെ സ്വീകാര്യം ഉണ്ടാവും. അത് നമുക്ക് ആഗ്രഹിക്കാലോ, ദുആ ചെയ്യാലോ, നിറവേറ്റി തരുന്ന റബ്ബാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കുക. എല്ലാവർക്കും ഒരുപോലെ ആവില്ല ജീവിത സാഹചര്യം. ഇൻഷാ അല്ലാഹ് പഠിച്ചവൻ എല്ലാവർക്കും സ്വീകാര്യാക്കി തരട്ടെ. അൽഹംദുലില്ലാ. എത്ര അള്ളാഹുവിനോട് ശുക്ർ ചെയ്താലും മതിയാവാത്തൊരു കാര്യമാണ് അള്ളാഹു എനിക്ക് നിറവേറ്റി തന്നത്. ഞാൻ അത് ഇതുവരെ നിർവഹിച്ചവർക്കെല്ലാം അള്ളാഹു അത് സ്വീകാര്യമാക്കി തരട്ടെ. ഇനി അതിനുവേണ്ടി ഒരുങ്ങുന്നവർക്കും അള്ളാഹു അതിലേക്ക് എത്തിച്ചു തരട്ടെ. എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ. അത് പറയുമ്പോൾ കൂടെ പറയാതെ വയ്യ. ആരും ഈ ഒരു കാര്യം പിന്നേക്ക് എന്ന് നീട്ടിവെക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്യാം. കാരണം ഹജ്ജ് അത് ആരോഗ്യപരമായി നമുക്ക് വളരെയധികം ശരീരം കൊണ്ട് ചെയ്യാനുള്ള കർമ്മങ്ങളാണ് അതിലുള്ളത്. എന്താ പറയാ, പ്രായമായവർ അങ്ങനെ വെച്ച് വൈകിക്കണ്ട, പ്രായമാവാൻ വേണ്ടി വൈകിക്കരുത്. മറ്റുള്ള ആരാധനകളെ പോലെ നമുക്ക് നമസ്കാരത്തെ പോലെ ചൊല്ലി പറഞ്ഞ് പഠിക്കാനോ ഇതാക്കാനോ ഒന്നും കാര്യമായിട്ട് അതിലില്ലെങ്കിലും എല്ലാവരും പഠിച്ച് തന്നെ ഹജ്ജ് ചെയ്യാം. ഞാൻ കുറെ പഠിച്ചെന്നല്ല പറയണം, പക്ഷെ പഠിച്ച് തന്നെ ഹജ്ജ് ചെയ്യാം. അപ്പോ അത് എല്ലാവരും ചിന്തിക്കും, ഇപ്പൊ പഠിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും പഠിക്കാൻ എന്താ പറയുന്നത്. പക്ഷെ പഠിക്കാനുണ്ട്, നമ്മൾ അത് പ്രിപ്പയർ ചെയ്യണം.
കുറെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തന്നെ വെക്കണം. ഇനിയിപ്പം ഇപ്പൊ എത്രയും പെട്ടെന്ന് ചെയ്യുന്ന പറയുമ്പോ ഇനിയിപ്പോ പ്രായമായവര് വിചാരിക്കണ്ട, പഠിച്ചോനെ എനിക്ക് പ്രായമായില്ലേ, ഇനിയിപ്പൊ ഞാൻ എങ്ങനെ ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, അങ്ങനൊന്നും ചിന്തിക്കണ്ട. എത്രയോ പ്രായമായവർ നമ്മളെക്കാൾ എനർജറ്റിക് ആയിട്ട് അവിടെ കർമ്മങ്ങൾ ചെയ്യണത് നമ്മൾ കണ്ടവരാണ്. അത് അവർക്ക് പടച്ചോന അതിന്റെ ഒരു ഇത് കൊടുക്കും. പക്ഷെ എന്നാലും നമ്മൾ വൈകിക്കരുത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പ്രായമായവർ പോകുമ്പോ നല്ലൊരു കരുത്തുള്ള ആൾക്കാരെ കൂടെ തന്നെ പോവാ. ഹസ്ബൻഡ് മാത്രമല്ല, മക്കളോ അങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടായാൽ ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പൊ നമ്മളെ കൂടെ തന്നെ വന്ന ഒരു ഫാമിലി, ഒരു മോനും പിന്നെ ഹസ്ബൻഡും കൂടിയിട്ടാ വന്നത്. അപ്പോ മാഷാ അല്ലാ, അവർക്ക് ഒരാള് ടയേർഡ് ആവുമ്പോ ഒരാളുണ്ടല്ലോ അവരെ കൈപ്പിടിച്ച് ഇതാക്കാന്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയാൻ കാരണം, ഇപ്പൊ എൻ്റെ ഒരു ഹസ്ബൻഡിന്റെ ഒരു കസിനും ഉമ്മയും ഇപ്രാവശ്യം ഹജ്ജിന് വന്നിരുന്നു. പിന്നെ ബാക്കിയുള്ളതെല്ലാം പടച്ചന്റെ വക്കലാണ്. അത് ഈ ഉമ്മ സുഖമില്ലാതായി, അന്ന് നമ്മൾ പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഈ ഉമ്മാക്ക് ഒക്കെ ഷിഫായി അൽഹംദുലില്ലാ. പിന്നെ ആള് ഉഷാറായി. പക്ഷെ ഈ കല്ലെറിയണ ദിവസമൊക്കെ ഈ മോന് ഒട്ടും സുഖമില്ലാണ്ടായി. പിന്നെ മോനെ താങ്ങാൻ ഒരാൾ വേണ്ടി വന്നിരുന്നു. അപ്പോ അത് പിന്നെ റബ്ബിന്റെ കയ്യില്. പക്ഷെ എന്നാലും നമ്മള് പ്രായമായവര് പോകുമ്പോ ഒരു കരുത്തുള്ള ഒരാൾ കൂടെ ഉണ്ടാവണത് നല്ലത്. പിന്നെ അതൊക്കെ പടച്ചോന്റെ കയ്യിലാണല്ലോ, ഖദർ ഖലാഇൽ പോലെ എല്ലാം നടക്കും. പിന്നെ നമ്മള് ആക്കാൻ കഴിഞ്ഞ് ദുആ ചെയ്യുക, ആഗ്രഹിക്കുക. പിന്നെ അങ്ങനെ ചെയ്യണവരൊക്കെ ഉണ്ട് കേട്ടാ, പലരും ഉണ്ട്, നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. പിന്നെ എന്റെ ESLG ടീച്ചർ ആമിനാമ്മ ഒരു ഉദാഹരണമാണ് അതിന്. ആള് പറഞ്ഞത് എന്നോട്, കാബ കാണുമ്പോ എന്നെ ഓർക്കണം എന്ന്, എന്നിട്ട് ദുആ ചെയ്യണം എന്ന്. പഠിച്ചവനെല്ലാം സ്വീകരിക്കട്ടെ. പിന്നെ ഹജ്ജ് നൽകുന്നത് ഓരോരുത്തർക്കും ഓരോരോ പാഠങ്ങളാണ്. എല്ലാവരും ഒരേ കർമ്മങ്ങളാണ്, ഒരേ കർമ്മങ്ങളിലൂടെയാണ്, ഒരേ ദിവസങ്ങളിലൂടെയാണ്, ഒരേ രീതിയിലൂടെയാണ് പോകുന്നതെങ്കിലും ഓരോരുത്തർക്കും അവരുടെ റബ്ബ് ഓരോരോ പാഠങ്ങൾ അതിലൂടെ പഠിപ്പിക്കും. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ റബ്ബ് വിധി കൊള്ളട്ടെ, റബ്ബ് നമുക്ക് വിധി കൂട്ടട്ടെ. പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി വെക്കുക. ഇപ്പൊ നമ്മള് ഒരാൾ നാളെ നോമ്പ് നോക്കാൻ പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത്താഴം കഴിക്കും. പിന്നെ അതിനുള്ള തലേദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുമല്ലോ. പിന്നെ നെയ്യത്ത് വെച്ച് ഇതാക്കി നമ്മളെ മനസ്സിനെ സെറ്റാക്കി വെക്കും. ഇനി നിനക്ക് ഭക്ഷണം കിട്ടില്ല, വെള്ളം കിട്ടില്ല എന്നുള്ളത് നമ്മളെ ശരീരത്തിനെ സെറ്റാക്കി വെച്ച്, അതുപോലെ നമ്മൾ സെറ്റാക്കി വെക്കുക. പിന്നെ നമ്മുടെ ശരീരം വല്ലാതെ അതിനെ പറ്റിയിട്ട് മിസ് ചെയ്യില്ലല്ലോ. നമ്മള് വെള്ളം കിട്ടിയില്ല, ഭക്ഷണം കിട്ടിയില്ല അങ്ങനൊന്നും. അതുപോലെ ഹജ്ജ്, അത് നമ്മൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ കുറച്ച് ത്യാഗങ്ങളെല്ലാം നമ്മൾ സഹിക്കേണ്ടി വരും. ഭക്ഷണം, വെള്ളം, ചൂട്, പിന്നെ പ്രാഥമിക കാര്യങ്ങൾ, വൃത്തി, കിടക്കാനുള്ള സ്ഥലം, എല്ലാം. ഇനി അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ഇത് കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ ഹജ്ജിന് പോണ ഒരാൾക്ക് സാധാരണ നമ്മൾ വീട്ടിൽ ജീവിക്കണ ആ ഒരു പരിസ്ഥിതിയിൽ നിന്ന് മാറി വേറൊരു സ്ഥിതിയിലാവണം കുറച്ച് ദിവസം മാത്രം. പക്ഷെ നമ്മൾ ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ ത്യാഗം, ഹാജറ ബീവി എത്രമാത്രം ചൂടിലാണ് ആ സമയത്ത് ഇബ്രാഹിം നബി നിർത്തിപ്പോന്നത്. പിന്നെ ഹാജറ ബീവിയും കുഞ്ഞും ഒരു തുള്ളി വെള്ളത്തിന് പോലും ഇത് കിട്ടാതെ എത്ര ആ സഫാ മർവയിൽ ഓടിയത്. സുബ്ഹാനല്ലാഹ്, അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊന്നും അതിലൊരു അംശം പോലും സഹിക്കേണ്ടി വരില്ല, വന്നിട്ടില്ല. പിന്നെ നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദിവസം ഭക്ഷണം ഇല്ലാതെ വെള്ളം ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്വഹാബിമാര്, നമ്മൾ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മമാര് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഒരു കുഞ്ഞു ഭാഗം പോലും നമ്മളിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പ്രത്യേകിച്ച് അവിടെ ഭയങ്കര ചൂടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭയങ്കര തണുപ്പുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ യുദ്ധം ചെയ്യേണ്ടിയും ഇതാക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയേണ്ടത്, പിന്നെ എല്ലാവരും സീറ കുറച്ച് പഠിച്ചിട്ട് പോവാ, കുറച്ചൊന്ന് കേട്ട് മനസ്സിലാക്കിയെങ്കിലും പോവാ. നമുക്കത് വളരെയധികം ഉപകാരം ചെയ്യും. അവിടെ നല്ലമാതിരി ഉപകാരം ചെയ്യും. പിന്നെ ഇതൊക്കെ ആയാലും നമുക്ക് വേണ്ടി റബ്ബ് കരുതി വെച്ചതെല്ലാം നമുക്ക് അവിടെ കിട്ടും. അത് സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും എന്തായാലും. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ അള്ളാഹുവിനെ വിളിച്ച വിളി എന്നിൽ നിന്ന് എന്തുണ്ടാവണേ അള്ളാ എന്നുള്ള ഒരു ദുആണ്. അതിന്റെ ഖബറിന് വെളിച്ചമാവുകയും മഹ്ശറിൽ തുണയാവുകയും സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ അത് വിധി കൂട്ടുകയും ചെയ്യണേ നാഥാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ആ അനുഭവം അത് ഞാൻ പിന്നീട് പറയാട്ടാ. നമ്മൾ ആദ്യം ഹജ്ജിലൂടെ പോവാം. ആദ്യം തന്നെ നമുക്ക് ഹജ്ജ് നിറവേറ്റാൻ സഹായിച്ച ഓരോരുത്തരും
അവർക്കെല്ലാം തക്കതായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിൽ വിട്ടുപോകാത്ത നിലക്ക് പറയാനുള്ള ഒരാളുണ്ട്, ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഒരാൾ. ഒമാനിലെ ഭരണാധികാരി ആയിരുന്ന സുൽത്താൻ മരണപ്പെട്ടു പോയി. GCCയിൽ നിന്നും ഇതുപോലെ ബൾക്കായിട്ട് ഒമാനിൽ നിന്ന് മാത്രമാണ് ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് കൊണ്ടുപോയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു. നമ്മള് അവിടെ നാട്ടിൽ വന്നിട്ടാണ് പലരും പോയിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഇവിടുന്ന് നേരിട്ട് കൊണ്ടുപോകൽ കുറവാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു വാക്കിനാലാണ്. മറ്റു രാജ്യത്തിലുള്ള കുറച്ചു പേർക്കെങ്കിലും അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആ വലിയ മനുഷ്യൻ പറഞ്ഞു വെച്ച വാക്കിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഓരോരുത്തരും ഹജ്ജിലേക്കുള്ള പാഠങ്ങൾ കുറെ പേര് എനിക്ക് പേഴ്സണലായും അല്ലാതെയും ഒരുപാട് പേർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടതുകൊണ്ടാവാൻ കുറെയൊക്കെ അൽഹംദുലില്ലാ എനിക്ക് എളുപ്പം തന്നെയായിരുന്നു ഹജ്ജ്. പിന്നെ എല്ലാം അങ്ങനെ ഈസി ആവില്ലല്ലോ അല്ലെ. എല്ലാം ഈസി ആയാല് നമുക്ക് നമ്മൾ അൽബക്രയിൽ പഠിച്ച പോലെ ഹസിബത്തും തദ്ഖുലുൽ ജന്ന എങ്ങനെയാണ് അല്ലെ നമുക്കത് കിട്ടുക, സ്വർഗം. അള്ളാഹു ആ സ്വർഗവും ഉമ്മ പ്രസവിച്ച കുഞ്ഞിന്റെ പോലുള്ള പ്രതിഫലവും അതൊക്കെ തരണ്ടേ, അതൊക്കെ നമുക്ക് കിട്ടണ്ടേ. അതൊന്നും വെറുതെ കിട്ടില്ലല്ലോ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തോടുകൂടെ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യാൻ സാധിപ്പിക്കട്ടെ. ദുൽഹജ്ജ് 2-നാണ് നമ്മൾ ഇവിടുന്ന് യാത്ര പോയത്. നമ്മൾ വളരെ വൈകിട്ടാണല്ലോ ഇവിടുന്ന് ആയ കാരണം നമുക്ക് കുറച്ച് ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. ജിദ്ദ എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങണത്. അവിടുന്ന് ഹറമിലേക്കുള്ള യാത്ര അത് വളരെയധികം ദൂരം ഉണ്ടായ പോലെ തോന്നി എനിക്ക്. കാരണം എന്താന്ന് മനസ്സിലാവില്ല, നമ്മളൊരു എക്സൈറ്റ്മെന്റിലാ, എന്താന്ന് മനസ്സിലായില്ല. അങ്ങനെ നമ്മള് മക്കടെ ബോർഡറിലെത്തി. ആ ബോർഡറിലെത്തി കുറച്ച് ബസ് പാസ് ചെയ്തപ്പോണ്ടല്ലോ 2 പേര് ബസ്സിൽ കയറി ഓരോ കുപ്പി സംസം തന്ന്. അന്ന് എനിക്ക് ശരിക്കും കണ്ണിന്ന് വെള്ളം വന്നുപോയി. ശരിക്കും ആ ദുയൂഫുർ റഹ്മാനായ ആൾക്കാർക്കുള്ള ആദ്യത്തെ പടച്ചവന്റെ സ്വീകരണം അത് ആ സംസം കൊണ്ട്. യാ അല്ലാഹ്, എനിക്കിപ്പോ അത് ആലോചിക്കുമ്പോ പോലും കണ്ണിന്ന് വെള്ളം വരും. അത് ഞാൻ പിന്നെ ഓർത്തോർത്ത് കുടിച്ച്. ഇതേ സ്വീകരണം നാഥ നീ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നൽകണേ അല്ലാഹ് എന്നാ ദുആണ് ഉണ്ടായിരുന്ന ആ സമയത്ത്. പിന്നെ അന്ന് അസറിന് ശേഷമാണ് നമ്മൾ ഉംറ ചെയ്തത്. കഅബ കാണുമ്പോഴുള്ള അനുഭൂതി അത് ഇവിടെ കണ്ടവർക്കെല്ലാം ഞാൻ പറയാതെ തന്നെ അറിയാം അല്ലെ. അള്ളാഹുവെ ഇനിയും അതിനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകണേ അള്ളാഹ്. എന്നാൽ ഞാൻ 15 വർഷം മുമ്പ് ഉംറക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് കഅബ അല്ല ഇന്ന് കണ്ട കഅബ. കഅബയുടെ കാര്യമാണ് പറഞ്ഞത്. കഅബയുടെ ചുറ്റുള്ളതെല്ലാം മാറിയിട്ടുണ്ട്, അത് കുറേ മാറിയിട്ടുണ്ട്. അതല്ല പിന്നെ കഅബ അത് മാറിയത് പറഞ്ഞാല് അത് ഞാൻ കണ്ടറിഞ്ഞ കഅബയുടെ വ്യത്യാസം. അതായത് ഓരോ ആയത്തും നമ്മൾ ഇങ്ങനെ പഠിച്ചതിലുള്ള ആ ഒരു വ്യത്യാസം മാത്രല്ല, അവിടെ വെച്ച് അതിങ്ങനെ ഓർക്കാൻ പാകത്തിന് ഇമാം ഇങ്ങനെ അതിങ്ങനെ ഓതി തരുന്ന ആ ഒരു സമയം നമുക്ക് ഇങ്ങനെ ആ ആയത്തുകളിൽ കൂടെ ഇങ്ങനെ പോവാ. ആ ദിവസങ്ങള് യാ അല്ലാഹ്, അതിന്റെ അനുഭൂതി എനിക്കതാ ഖുറാനിലൂടെ കഅബനെ കാണാൻ പറ്റിയ ആ ഒരു ഇതുകൊണ്ടാണ് ഇപ്പൊ ഉണ്ടായ ആ ഒരു മാറ്റം. അതിൽക്ക് എനിക്ക് എന്താ ആ വഴിയിലേക്ക് എനിക്ക് സഹായിച്ച ഓരോ വ്യക്തികൾക്കും പഠിച്ചവന് അതിന്റെ പ്രതിഫലം നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പിന്നെ നമ്മളെ ഗ്രൂപ്പ് നല്ല സൗകര്യങ്ങൾ ഒരുക്കി തന്നിരുന്നു എല്ലാ കാര്യത്തിനും. അതിലേറ്റവും അധികം നമ്മൾ പറയേണ്ടത് നമുക്ക് അമീറായി വന്ന ഉസ്താദ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. ഏറ്റവും അറിവുള്ള ആളാണെങ്കിലും അദ്ദേഹത്തെക്കാൾ അറിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും അങ്ങനെയായിരുന്നു. പക്ഷെ അതിനെല്ലാം അള്ളാഹു ഹൈറും ബർക്കത്തും അദ്ദേഹത്തിനും കുടുംബത്തിനും ഏറ്റേറ്റി കൊടുക്കട്ടെ. ഗ്രൂപ്പിൽ കുറെ പേർ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്തു കൊടുത്തു. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരും ഓരോ കർമ്മങ്ങളിലും തക്കവ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം കേട്ടാ. നമുക്ക് സഹിക്കാൻ പോലും പറ്റാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഹറബിൽ ഇരിക്കാനൊരു സ്ഥലത്തിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി തർക്കിക്കുന്ന ചില ഘട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവരൊന്നല്ല, എന്നാലും സുബ്ഹാനല്ലാഹ്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഒരു പക്ഷെ അറിയാത്തത് കൊണ്ടാവാം, പഠിക്കാത്തത് കൊണ്ടാവാം. പക്ഷെ ചില വാക്കുകളൊക്കെ നമ്മളെയും വല്ലാതെ പ്രയാസപ്പെടുത്തി. നമ്മളിങ്ങനെ മത്താഫിലിരുന്നിട്ടാണ് അതിങ്ങനെ അവരെന്തോ വാക്ക് തർക്കം ഉണ്ടായിട്ട് അവര് പറയാണ് കഅബ സാക്ഷിയാണ്, ഇവിടെ കൂടി നിൽക്കുന്നവര് സാക്ഷിയാണ്,
എന്നെല്ലാം ഉള്ള സംസാരം. യാ അല്ലാ, അവിടെ എന്താണ് സംഭവിച്ചെന്ന് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. അതിനിരയായ സ്ത്രീ അവിടെ ഇരുന്നിട്ട് കുറെ കെഞ്ചണത് കേട്ട് അവിടെ നിന്ന് അപ്പോഴാണ് നമുക്ക് നോക്കണത് തന്നെ. എന്നിട്ട് അവരത് കെഞ്ചി കെഞ്ചി അവരോട് പറയുന്നുണ്ട്, ഇതാക്കിത്തായോ, വിട്ടുതായോ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, പഠിച്ചവൻ റബ്ബായ ഏഹ്, പിന്നെ അള്ളാഹു നമുക്ക് പുറത്തു തരണം. നമ്മൾ ആലോചിക്കുമ്പോ പിന്നെ ഈ സ്ത്രീ എന്തുകൊണ്ട് പുറത്തു കൊടുക്കല്ല? പക്ഷെ പഠിച്ചവന് രണ്ടു കൂട്ടർക്കും പുറത്തു കൊടുക്കട്ടെ. എന്തെങ്കിലും ആ സ്ത്രീ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല എന്താണ് ചെയ്തതെന്ന്. രണ്ടു കൂട്ടർക്കും പുറത്തു കൊടുക്കട്ടെ പഠിച്ചു. അമീൻ അമീൻ റബ്ബൽ ആലമീൻ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള പാഠം, നമ്മൾ തർക്കം ഉപേക്ഷിക്കുക. ഒരിക്കലും നമ്മൾ ഒരാളെയും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് ഹറമിൽ നിന്ന് തന്നെ അല്ല കേട്ടാ, എപ്പോഴും വാക്കുകൾ കൊണ്ടോ ഇത് കൊണ്ടോ പ്രവർത്തി കൊണ്ടോ നമ്മൾ ഇതാക്കാതിരിക്കുക. നമ്മുടെ കയ്യിലാണ് തെറ്റെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്താൽ റബ്ബ് നമുക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി തരും ഇൻഷാ അല്ലാ, ഇന്നല്ലെങ്കിൽ നാളെ. അങ്ങനെ പലതും നമുക്ക് അവിടെ കാണാൻ കഴിയും. നമ്മളുള്ളതും റബ്ബ് പുറത്തു തരട്ടെ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ? കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. നമ്മൾ ഇസ്തിഫാർ വർദ്ധിപ്പിക്കാം. അറിഞ്ഞോ അറിയാതെയും തെറ്റുകൾ വന്നു പോയതെല്ലാം റബ്ബ് പുറത്തു തരട്ടെ. ഇനി നമുക്ക് മീനയിലേക്ക് പോവാം. ഇൻഷാ അല്ലാ. മീനയിലേക്കുള്ള യാത്ര, അത് നമ്മൾ ദുൽഹജ്ജ് 8-നാണ്, രാവിലെയാണ് പോയത്. അവിടെ എത്തുമ്പോ ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ടാവും. ചുട്ട് പഴുത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ടെന്റ്. അവിടെ എത്തിയപ്പോ അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ വന്നല്ലേ ഉള്ളൂ, AC ഒക്കെ ഇങ്ങനെ ഇതായി വരണല്ലേ ഉള്ളൂ. നമ്മളെക്കാൾ മുന്നേ കുറെ പേര് അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ കംപ്രസറും എല്ലാം ശരിയാവും, തണുക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായി. പിന്നെ പിന്നെ മനസ്സിലായി നമ്മള് ഈ റൗണ്ട് ഒരു 115-ലും മേലെ 116 പേരുണ്ടാവും. ആ ടെന്റില് 2 AC ആണ് ഉള്ളത്, അതിൽ ഒരു AC മാത്രമേ വർക്ക് ചെയ്യണുള്ളൂ എന്നുള്ളത്. അങ്ങനെ പിന്നെ നമ്മളെ സ്വാഭാവികമാണല്ലോ, ഇപ്പുറത്ത് കറണ്ട് ഉണ്ടായി അപ്പുറത്ത് കറണ്ട് ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുക. അപ്പൊ അതുപോലെ ഹസ്ബൻഡ് അവർക്ക് മെസ്സേജ് ചെയ്തപ്പോ അവർക്കും ഇങ്ങനൊക്കെ തന്നെയാന്ന് പറയുമ്പോ പിന്നെ പകുതി സമാധാനായി. പിന്നെ 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 മനസ്സിലായി ഇത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ അവര് ഇത് കേട്ടപ്പം കുറച്ച് ടേബിൾ ഫാൻസ് കൊണ്ടുവന്നു. അങ്ങനെ 1 കൊണ്ടുവന്ന്, 2 കൊണ്ടുവന്ന്, 3 കൊണ്ടുവന്ന്, അങ്ങനെ 9 ടേബിൾ ഫാനായി. ഈ ടേബിൾ ഫാനിന്റെ ലോഡ് താങ്ങാനാവണ്ടായപ്പോ എന്തായി, നമ്മളെ പവർ പോയി. അങ്ങനെ പവർ പോയപ്പോ പിന്നെ എല്ലാവർക്കും സമാധാനായി. പിന്നെ അതിനേക്കാളും സമാധാനമുള്ളൂ ഒരു AC ഉള്ളപ്പോ. ഒന്നും പറയണ്ട. യാ അല്ലാ, അതൊക്കെ ഒരു രസം ഇപ്പൊ ആലോചിക്കുമ്പോ. പക്ഷെ അന്ന് അതൊക്കെ നല്ലൊരു ചൂടേറിയ രസമായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ അപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് കോംപ്ലിമെന്റ് ആയിട്ട് ഒരു വിഷറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് നല്ല പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ അതൊരു രസം. പിന്നെ പിന്നെ നമ്മൾ അതിൽ സെറ്റായി. പിന്നെ ഫാനായാലും ഇതായാലും ഒന്നും പ്രശ്നമില്ല. അതിനിടയിൽ ഫാൻ ഓരോരുത്തരും അങ്ങോട്ട് തിരിക്ക് ഞങ്ങൾക്ക് കാറ്റ് കിട്ടണില്ല, അങ്ങനെയുള്ള ബഹളങ്ങളൊക്കെ അവിടെ കേൾക്കാം. എന്തായാലും അതിനിടെ ചില വ്യക്തിത്വങ്ങളും ഞാൻ കണ്ട്. അവർ ഫാന് വെച്ചത് കൊണ്ട് ഞാൻ എന്റെ ബെഡ് നീർത്തണില്ല, പിന്നെ ഞാനിവിടെ ചാരിരുന്ന് കഴിച്ചു കൂട്ടിക്കോളാം, രാത്രി ഫുള്ളേ ഞാനിവിടെ ചാരിരുന്ന് കഴിച്ചു കൂട്ടിക്കോളാം എന്നെല്ലാം പറഞ്ഞ് ചടഞ്ഞുകൂടിയ ഒരു കൊച്ചു പെൺകുട്ടി സുമി മോള് ഞങ്ങളെ ഗ്രൂപ്പിൽ തന്നെ വന്നതാണ്. അതെന്തുകൊണ്ടാ എനിക്ക് നോക്കിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി ഫാനൊക്കെ കുറച്ച് എങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെച്ച് ബെഡ് അവിടെ നിർത്തിയിട്ട് ആ കുട്ടിക്ക് കിടക്കാനുള്ള ഒരു സൗകര്യം അതുണ്ടായി കൊടുത്ത്. അൽഹംദുലില്ലാ, അതെങ്കിലും സാധിച്ചല്ലോ. പിന്നെ പിന്നെ ഭക്ഷണം വരുമ്പോ അതെല്ലാവർക്കും സപ്ലൈ ചെയ്യാനും നമ്മളെ ഗ്രൂപ്പിൽ നിന്നുള്ള 1-2 പേര് നല്ലോണം പ്രയത്നിച്ചിരുന്നു. കാരണം അവരെയാണ് നേരിട്ട് കാണുക, മീൻസ് ഡോറ് തുറക്കുമ്പോ അവരാണ് നേരിട്ട് കാണുക. ഒരു ബുസീറത്ത, പിന്നെ സുമിമോള്, അവരെല്ലാവരും എടുത്ത് പറയേണ്ട പേര് തന്നെ. അങ്ങനെ ഓരോ നന്മയിലും ഓരോരുത്തരും മുന്നേറി. ഇപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഓരോ പാഠങ്ങൾ ഉണ്ട് കേട്ടാ. നമ്മൾ അവിടെ കുറേ ചൊല്ലി പറഞ്ഞിരിക്കലല്ല, കുറേ പിന്നെ നിസ്കരിച്ച് കുറേ ഓതി. നിസ്കാരം തന്നെ നമുക്ക് ചെറുതാക്കി തന്നിട്ടുണ്ടല്ലോ പടച്ചോൻ അവിടെ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് അതിൽ നിന്നുള്ള പാഠങ്ങൾ. നമ്മൾ ചെയ്തെന്നല്ല പറയണത് കേട്ടാ, ഞാൻ ചെയ്തെന്നല്ല പറയണത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പ്രായമായ വീൽ ചെയറിലുള്ള 2 ഇത്താത്തമാരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി നല്ല ഹെൽപ്പ് ചെയ്തിരുന്നു നമ്മള്, കുറച്ചു പേര്. ഞാനൊന്നും അതിൽ പെട്ടിട്ടില്ല. കുറച്ചു പേര് നല്ലോണം ചെയ്തിരുന്നു. അള്ളാഹു എല്ലാവർക്കും അതിന്റെ ബർക്കത്ത് ഇരുലോകത്തും നൽകട്ടെ. പിന്നെ അറഫായിലേക്ക് നമ്മൾ ദുൽഹജ്ജ് 9-നും രാവിലെ തന്നെയാണ് പോയത്. അവിടെ നല്ല ടെന്റും ബാത്റൂം സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അൽഹംദുലില്ലാ.
പിന്നെ അവിടൊക്കെ തണുത്ത് വിറച്ചിരുന്നിരുന്ന കൂളറിൽ. അപ്പൊ നമ്മള് വിചാരിച്ചിങ്ങനെ ഇതിലൊരു കൂളർ, ഇന്നത്തെ കാര്യം കഴിഞ്ഞ ഇവിടെ കഴിഞ്ഞല്ലോ, ഇതിലൊരു കൂളർ മീനേൽക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഓരോരോ ഇതുകള്. പിന്നെ അങ്ങനെ പിന്നെ അവിടെ ഇതുപോലെ ആ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയിട്ട്, ആ ഒരു പകലിന് വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെന്റ് നമുക്ക് ഒരുക്കി തന്ന സൗകര്യങ്ങളൊക്കെ അത് വളരെയധികം പ്രശംസിക്കേണ്ടത് തന്നെയായിരുന്നു. മാഷാ അല്ലാ, തബാറക്കല്ലാ, അവർക്ക് റബ്ബ് ഇത് കൊടുക്കട്ടെ. പിന്നെ അതുപോലെ അന്നത്തെ കുത്തുബനെ പറ്റി പിന്നെ അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു ഒരു സ്ത്രീ. പിന്നെ അതിന്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞു തന്നു ഒരാള്. അങ്ങനെ പിന്നെ പിന്നെന്തുണ്ടായി, പിന്നെ നമ്മള് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ അൽഹംദുലില്ലാ അന്നത്തെ ആ പ്രാർത്ഥനക്ക് എന്തോ ഉത്തരം കിട്ടുന്നത് പോലെ തോന്നിയ ഒരു ഫീലിംഗ് ആയിരുന്നു അങ്ങനത്തെ. കാരണം എന്താ വെച്ചാൽ ഒരു പ്രത്യേക തരം കാറ്റ് ഉണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം പോയവർക്കെല്ലാം അത് അനുഭവിക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. ടെന്റിന്റെ ഉള്ളിൽ കൂടിയിരുന്നവർക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല, പുറത്തിറങ്ങി നിന്നവർക്ക് കിട്ടിയിട്ടുണ്ടാവും. നല്ല ചൂടാണ് ടെന്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ. അപ്പൊ ഞാൻ ചെരുപ്പ് ഇട്ടിട്ടാണ് ആദ്യം വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു, കാരണം ചെരുപ്പിന്റെ പുറമൊക്കെ ഇങ്ങനെ പൊള്ളണ പോലെ നമ്മളെ കാല് ചെരുപ്പിന്റെ ഉള്ളിൽ കൂടെ. എന്നിട്ട് ഞാൻ വീണ്ടും പോയി ഷൂ ഒക്കെ ഇട്ടിട്ട് വന്ന് വീണ്ടും അവിടെ നിന്ന് കുറച്ച് സമയമൊക്കെ നന്നായി പടച്ചോനോട് ദുആ ചെയ്യാനൊക്കെ നമുക്ക് സൗകര്യം കിട്ടി. പടച്ചോനെ എല്ലാം സ്വീകരിക്കട്ടെ. പിന്നെ ഞങ്ങളുടെ ടെന്റിന്റെ തൊട്ട് ബാക്കിൽ തന്നെയായിരുന്നു ജബലുർ റഹ്മ എന്ന് ഹസ്ബൻഡ് ഒരു കോള് പിന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോ പിന്നെ നമ്മൾ അവിടെ ഒരുമിച്ച് പോയി ദുആ ചെയ്ത്. പിന്നെ ഞങ്ങളിൽപ്പെട്ട കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പൊ ഒരു കുളിരാണ്. മാഷാ അല്ലാ. പിന്നെ മഗ്‌രിബ് ബാങ്കിന് മുന്നേ തന്നെ നമ്മളെല്ലാവരും ബസ്സിൽ സ്ഥലം പിടിക്കണം എന്ന് പറഞ്ഞ്, പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ അവിടുന്ന് പോവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ബസ്സിലൊക്കെ കയറിയിരുന്നു. പിന്നെ എന്നാലും നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അറഫ വിട്ടത്. കാരണം മുന്നിൽ കിടക്കണ വണ്ടി പോകാണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ അന്നേരം നമ്മൾ ഇങ്ങനെ ആലോചിച്ചേ, ഞങ്ങൾക്ക് ഒന്ന് നടന്നു പോയാ പോരെ, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അറിയാ. ഇങ്ങനെ ഇത് കാരണം ഇത് അരിച്ചരിച്ചെത്തുമ്പോഴത്തേക്കും ഒരു നേരം ആവും. കാരണം ഒരു ക്ലാസ്സിൽ നമ്മളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇതുപോലെ ബ്ലോക്കിൽ പെട്ടിട്ട് മുസ്ദലിഫ കിട്ടാൻ പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്കും ലേറ്റ് ആയിട്ട് പിന്നെ നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചില്ല എന്നൊക്കെ. അതൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ഒരു ആദ്യമായി, പഠിച്ചോനെ ഇത് കിട്ടൂലേ, നമുക്ക് ഇത് കിട്ടൂലേ എന്നുള്ള എന്നും ദുആല് അത് തന്നെയായിരുന്നു. പഠിച്ചോനെ മുസ്ദലിഫ കിട്ടണേ, മുസ്ദലിഫ കിട്ടണേ. അൽഹംദുലില്ലാ. പിന്നെ മുസ്ദലിഫ അതൊരു അനുഭവമാണ്. ഏത് പാവപ്പെട്ടവനും പണക്കാരനും ഒരേ ഭൂമി, ഒരേ മേലെ, ഒരേ ആകാശം എന്നൊരൊറ്റ ചിന്ത വരുത്തണ ആ ഒരു ഇത് അവിടെ വെച്ച് നമ്മളിങ്ങനെ ഈ കടത്തണ്ണയിലൊക്കെ കിടന്നുറങ്ങില്ലേ യാചകര്, അവരെ വരെ ഇങ്ങനെ ആലോചിച്ചു പോകും. പഠിച്ചോനെ ഞാൻ എത്ര ഹൈറിലാണ് ജീവിക്കണതെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇപ്പോഴും ഞാൻ പറയുന്നത് ഹജ്ജ് പഠിച്ച് തന്നെ ചെയ്യണം. അല്ലാത്തത് കൊണ്ടുള്ള ഒരു സ്ത്രീയുടെ പ്രവൃത്തി അതവിടെ എന്നെ വല്ലാതെ വിഷമിപ്പിച്ച്. അത് ഞാൻ പറയണില്ല, പഠിച്ചോനെ അവർക്ക് പുറത്തു കൊടുക്കട്ടെ. പിന്നെ നമുക്കൊരു പേടി ഉണ്ടായിരുന്നത് ബാത്റൂം സൗകര്യം കിട്ടില്ലേ എന്നുള്ളത്. അവിടെ അങ്ങനെ നമുക്ക് ബസ്സിലിരിക്കുമ്പോൾ തന്നെ ഉണ്ട് ബാത്റൂം സൗകര്യം പലപ്പോഴും കിട്ടാറില്ല മുസ്ദലിഫയിൽ എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് അപ്പോഴാണ് ആരോ പറഞ്ഞത് ഓരോരുത്തരും ഇങ്ങനെ ബാത്റൂമിൽ പോയി വരുന്നത് കാണുന്നുണ്ട് ആണുങ്ങള്. അപ്പൊ ഞാൻ ഇവരെവിടെയാണ് ഈ പോയി വരുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ബസ്സിൽ ബാത്റൂം ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ ഞാൻ വേഗം പോയി ബസ്സിൽ ബാത്റൂമിൽ എന്റെ കാര്യം നിറവേറ്റി പോകുന്നു. കാരണം ഇനി അഥവാ കിട്ടിയില്ലെങ്കിലോ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ. പക്ഷെ വേറെ ആരും പെണ്ണുങ്ങള് എന്തുകൊണ്ടോ പേടിച്ചിട്ടാ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല, ആരും പിന്നെ അതിന് മുതിർന്നിട്ടില്ല. പിന്നെ മാത്രല്ല എന്താ പിന്നെ കുറച്ച് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞപ്പം അതിൽ വെള്ളം ടാങ്ക് ഫില്ലായി എന്ന് പറഞ്ഞിട്ട് അതിന്റെ സൈൻ വരുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇനി ആർക്കും പറ്റില്ല എന്നുള്ള ആ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലം ഉണ്ടല്ലോ, അത് റോഡിന്റെ 2 സൈഡിലും ബാത്റൂം സൗകര്യം ഉള്ളതായിരുന്നു മറ്റേ മുസ്ദലിഫയില്. പിന്നെ അതുപോലെ മുസ്ദലിഫയിലെ ആകാശം നോക്കി കിടക്കുമ്പോ എന്തോ എനിക്ക് ആകാശത്തിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ തോന്നി. അത് ആരെങ്കിലും പേഴ്സണലായി ചോദിച്ചാൽ ഞാൻ അയച്ചുതരാം. ഞാനങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആളൊന്നും അല്ല കേട്ടാ. ഞാൻ ഒട്ടും ക്യാമറ എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കാത്ത ആളാണ് എന്റെ ഫോണില്. പിന്നെ പക്ഷെ എന്റെ ഹസ്ബൻഡ് ഭയങ്കര ക്യാമറയില്. പിന്നെ ആകാശം മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോ ആകാശം മാത്രമേ കാണുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു മരം കൂടി ഇരിക്കട്ടെ, അങ്ങനെ മരവും ആകാശവും കൂടെ.
അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ഇപ്പോഴും അതടക്കം നോക്കുമ്പോ ഒരു ഇതാണ്. നമ്മളിപ്പോഴും അവിടുന്ന് പോന്നിട്ടില്ല ശരിക്കും. കഅബ, മുസ്ദലിഫ, മിന, അങ്ങനെ 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 മനസ്സ് അവിടൊക്കെ തന്നെയാണ്. പഠിച്ചോന് എല്ലാവർക്കും കിട്ടാത്തവർക്കെല്ലാം സാധിപ്പിക്കട്ടെ. ഉം. നമ്മളത് ഇത്രയെങ്കിലും കഴിയാൻ സാധിച്ചല്ലോ, അൽഹംദുലില്ലാ. പിന്നെ അന്ന് നമ്മൾ മുസ്ദലിഫയില് ഉറങ്ങാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഇതുണ്ടായിരുന്നില്ല. കാരണം അവിടെ നല്ല സൗണ്ട്. നമ്മൾ എല്ലാ ബസ്സുകളും ഒരുമിച്ചാണ് നിർത്തിയേക്കണത്. ഈ ഒമാനിലത്തെ എല്ലാ ബസ്സുകളും ഒരുമിച്ചാണ് നിർത്തിയേക്കണത്. പിന്നെ അപ്പോ ഭയങ്കര സൗണ്ടും ഇതും ഒക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെ ഉറങ്ങാനാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ കിടന്നത്. എന്നാലും അലാം വെച്ചിട്ട് കിടന്നു ഞാൻ. പക്ഷെ എങ്ങനെയെന്ന് അറിയില്ല, എന്ത് സുഖമായി ഞാൻ ഉറങ്ങി അവിടെ. എന്തൊക്കെയോ സ്വപ്നം കണ്ടോന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് അത് തിട്ടപ്പെടുത്താൻ എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ സുബഹിയും ഇതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് എന്താ കല്ലെല്ലാം പെറുക്കി. കല്ല് നമ്മൾ കിടന്നിടത്തിന്റെ തന്നെ ആ ബെഡ്ഷീറ്റിന്റെ അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കല്ലൊക്കെ പെറുക്കി തപ്പിപ്പിടിച്ചൊക്കെ എടുക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ ബാത്റൂമിൽ പോയി ഉള്ളൊക്കെ പുതുക്കി വന്ന് വരുമ്പോണ്ട് കുറേ കടലമണി വലുപ്പത്തിലുള്ള കല്ല് കിടക്കണം. അങ്ങനെ ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫൗസിത്തെ ഒരു വാരെല്ലാം അവിടുന്ന് എടുത്തിട്ട് പോകുന്നു. എന്നിട്ട് പിന്നെയാണ് എണ്ണി തട്ടപ്പെടുത്തി കുപ്പിയിൽ നിറച്ചത്. പിന്നെ കുപ്പിയിൽ നിറക്കാൻ പറഞ്ഞത് അസീനത്തേനെ. അത് വളരെ ഉപകാരമായിരുന്നു. മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്ക്. പിന്നെ അവിടെ നിന്ന് പിന്നെ കല്ലെറിയാനാണ് നമ്മൾ പോയത്. ആ കല്ലെറിയാൻ പോയിട്ട് അത് മറ്റൊരു അനുഭവം. അന്നത്തെ ആ ദിവസം നമ്മൾ എത്ര ദൂരം നടന്നാണ് അത് ചെയ്തതെന്ന് നമുക്കറിയില്ല. ബസ്സിലാണ് നമ്മൾ പോയത്. പക്ഷെ ബസ് അവിടേക്കൊന്നും എത്തില്ല. ബസ് എവിടെയോ ഒരുത്തിൽ നമ്മളെ നിർത്തും. എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകുമ്പോ അവർ പറയും ഇവിടെ കൂടെ പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകുമ്പോ പറയും ഇവിടെ പോകാൻ പറ്റില്ല, ഇതിലിപ്പോ അങ്ങനെ പിന്നെന്താ ഓരോരോ നടത്തത്തിന് ഓരോ ദൂരം കൂടുന്തോറും അത്രയും ദിക്റുകൾ നമ്മളെ നാവിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അതൊരു സുഖാണ് പിന്നെ ആലോചിക്കുമ്പോ. അങ്ങനെ പിന്നെ അങ്ങനെ ഒരു ക്ഷീണം ഇതൊന്നും അപ്പൊ തോന്നിയിട്ടൊന്നുമില്ല കേട്ടാ. പിന്നെ നമ്മൾ കല്ലെറിഞ്ഞ് തിരിച്ചു വന്ന് നമ്മളെ ഈ വീൽ ചെയറിൽ ഉണ്ടായ 2 ചാത്തമാരുണ്ടായിരുന്നില്ല. അതിൽ ഒരാള് പറഞ്ഞ് ഞാൻ നടന്നോളാം, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു ആയിത്ത. എന്നിട്ട് കല്ലെറിയാൻ പോയി തിരിച്ചു വരുമ്പോഴത്തെ നടത്തം യാ അല്ലാ, അത് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം ഒരു കുന്ന് കേറിയിട്ട് വേണമായിരുന്നു നമ്മൾ താഴെ ഇറങ്ങിയിട്ടാണ് പിന്നെ ബസ് നിൽക്കണത്. പക്ഷെ നമ്മൾ ഓരോ സ്ഥലം എത്തുമ്പോഴും അവർ പറയും ഇതല്ല അതാണ്, അതല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചോന. ആയിത്തൊക്കെ എങ്ങനെയാണോ പിന്നെ ആയിത്ത അവിടുന്ന് വണ്ടി വിളിച്ചിട്ട് ഹോട്ടലിലേക്ക് പോവുമായിരുന്നു. കാരണം അതിന് പിന്നെ നടക്കാൻ പറ്റാതായി. പാവം, ഇനിയുണ്ടല്ലോ കർമ്മങ്ങള്. അങ്ങനെ പിന്നെ നമ്മള് ബസ്സിൽ കയറി ഹോട്ടലിലെത്തി. തവാഫും സഴിയും ചെയ്യാനായിരുന്നു പിന്നെ അന്ന് തന്നെ അത് പിന്നെ നിറവേറ്റാനായിരുന്നു ഉദ്ദേശം. കാരണം എന്താ വെച്ചാൽ നമ്മൾ പിന്നെ അത് വൈകിച്ചാല് പിന്നെ നമ്മള് വിദായിന്റെ തവാഫും ഇതും കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ നമ്മള് ബസ്സിൽ കയറിയപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മള് അറഫയിലെ ലൊഹറിന് ശേഷമുള്ള ഭക്ഷണമാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുള്ളത്. അതായത് അന്നത്തെ ദിവസം ഉച്ചവരെ പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഓരോരുത്തരും പറയണ്ടായി, പെരുന്നാളിന്റെ ദിവസം നമുക്ക് എന്താ കുഞ്ഞിപ്പത്തിരിയാ എന്തോ ഒരു പത്തിരിയും ഇറച്ചിയൊക്കെ ഇല്ലെങ്കിൽ ദിവസം പെരുന്നാളായില്ല എന്നുള്ള പോലെയാണ്. പക്ഷെ ഇത് നമ്മൾ ഉച്ചവരെ ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ വെള്ളത്തിന്റെ ആ ഒരു ഇത് നമുക്ക് ഉണ്ടായിരുന്നു, അത് പറയാം. പിന്നെ ഈ അറഫയിൽ നമുക്ക് അന്ന് കഴിച്ച ഭക്ഷണം ഉണ്ടല്ലോ, അത് നല്ല ഭക്ഷണമായിരുന്നു. അവിടുത്തെ ഗവൺമെന്റ് തന്ന ഭക്ഷണമായിരുന്നു. എന്തുകൊണ്ടാ അത് കഴിക്കുമ്പോ ഞാൻ പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ട്. പിന്നെ ഇനി ചിലപ്പോ ഭക്ഷണം കുറെ കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ ട്ടാ. ചിലപ്പോ നാളെ കിട്ടുള്ളൂ. എല്ലാരും നല്ലോണം കഴിച്ചോന്ന് ഇങ്ങനെ പറഞ്ഞത് ഓർമ്മയുണ്ട് എനിക്ക്. അത് എനിക്ക് തോന്നുന്നു കുറെ ക്ലാസ്സുകളൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം. അന്ന് ഞങ്ങൾ 4 പേര് കൂടിയിട്ട് ഒരു തളികന്നാ കഴിച്ചത്. ഞങ്ങളെ റൂംമേറ്റ്സ് ആയ ഹൈറുത്ത, ലീനത്ത, ഫൗസിത്ത. മറക്കാൻ പറ്റാത്ത വ്യക്തിത്വങ്ങളാണ് അതിൽ ഫൗസിത്താനെ പിന്നെ ഒട്ടും മറക്കൂല. കാരണം 16 കൊല്ലമായിട്ട് നമ്മൾ അറിയുന്ന ആളാണ്. എന്നെ പല ഘട്ടങ്ങളിലും എന്റെ ഉമ്മാനെ പോലെ എന്നെ പരിചരിച്ച ആളാണ്. പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴും ചിക്കൻ ബോക്സ് വന്നപ്പോഴൊക്കെ അങ്ങനെ പുള്ളി ഉണ്ടായിരുന്നു ഞങ്ങളൊപ്പം. പിന്നെ തലേ ദിവസം കഴിച്ച ഭക്ഷണം കൊണ്ട് ആ നേരം വരെ എങ്ങനെ നമ്മൾ ഓടിയെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഇതായിരുന്നു. അത് റബ്ബിന്റെ കാരുണ്യം, അതൊന്നുകൊണ്ട് മാത്രം. നമ്മൾ വീട്ടിലാണെങ്കിൽ എത്ര നേരം ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മ എന്തൊക്കെ ഇതാക്കും. അത് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല.
അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് പിന്നെയാണ് ലാസ്റ്റായിട്ട് നമ്മളെല്ലാരും പറഞ്ഞപ്പോഴാണ് ഓ നമ്മൾ ഇന്നലെ കഴിച്ചതാണല്ലേ. പിന്നെ ദാഹം ഉണ്ടായിരുന്നു. ഇതുപോലെ വെള്ളം കുറെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ അതൊക്കെ കുടിച്ച് ഇതായി. പക്ഷെ അത് കല്ലെറിഞ്ഞ് വരുമ്പോ ഒരു കുന്ന് കയറുമ്പോ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു കടത്തിണ്ണയിൽ ഇങ്ങനെ നിന്ന് കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് അന്നേരം ഉള്ള വെള്ളം ഒരു കുഞ്ഞി ഇറക്ക് അത് എല്ലാവർക്കും അങ്ങനെ കൊടുത്ത് പങ്കുവെച്ച് അങ്ങനെ പിന്നീടാണ് നമ്മൾ അറിയണത് അക്കൂട്ടത്തിലൊരു ഹാർട്ട് പേഷ്യന്റ് ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ അൽഹംദുലില്ലാ അവരും എല്ലാ കാര്യങ്ങളും ഹജ്ജിന്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് പൂർണ്ണമായി നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതാണ് പറഞ്ഞത്, അത് പടച്ചവന് ഒരു ഇത് ഇട്ട് തരും ആ സമയത്ത്. പിന്നെ നമ്മള് ഹോട്ടലിൽ വന്ന് അങ്ങനെ അന്ന് നമുക്ക് നമ്മള് അറവ് കഴിഞ്ഞ മീറ്റില്ലേ അതും നമ്മളെ ഭക്ഷണത്തിൽ കിട്ടാൻ നമ്മുടെ ഗ്രൂപ്പ് അതിന് വഴിയൊരുക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അന്ന് അസറിന് ശേഷമാണ് നമ്മൾ പിന്നെ തവാഫും സഴയും നിർവഹിച്ച് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം റൂമിലേക്ക് പോരാൻ നമ്മളോട് പറഞ്ഞിരുന്നു. കാരണം ഇതെന്താ ഇഷാവാൻ നിൽക്കണ്ട, 8:30 റൂമിലേക്ക് പോരണം, ഫ്രഷായി 10 മണിക്ക് മീനയിലേക്ക് ബസ് പോവും എന്ന തോതിൽ അങ്ങനെ പറഞ്ഞത്. കാരണം നമ്മൾ ഹറമിൽ പോകുമ്പോൾ നമ്മൾ സാധാരണ ഒരു ചെറിയ വള്ളിയുള്ള ഇങ്ങനെ ബാക്കിൽ തൂക്കിയിടുന്ന ഒരു ബാഗാണ് നമ്മൾ സാധാരണ ധരിക്കാറ്. അത് പലപ്പോഴും പലർതും ഇങ്ങനെ തിക്കിലും തിരക്കും കിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി പോണത് കണ്ട കാരണം ഞാന് പിന്നെ അന്നും ഇതുമാതിരി കല്ലേറിന് പോയപ്പോ എന്റെ ഹസ്ബൻഡിന്റെ ഇത് പൊട്ടിയപ്പോ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് എടുത്ത് പുള്ളിക്ക് കൊടുത്തു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ബാക്ക് പാക്ക് ഇട്ടിട്ട് പോവാം. ബാക്ക് പാക്ക് ഞാൻ ഇടാറുണ്ടായിരുന്നു. പിന്നെ 2-3 കുപ്പി വെള്ളം, പിന്നെ നമ്മളെ ചെരുപ്പ് ഊരി വെക്കാനുള്ള കവറ്, പിന്നെ അത്യാവശ്യം വേണ്ടി വന്നാൽ കഴിക്കാൻ നട്ട്സ്, ഇതെല്ലാം അതിലുണ്ടാവലുണ്ട്. പക്ഷെ അന്ന് ഈ വെള്ളം കുപ്പി മാത്രം, ഒരു കുപ്പി വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മള് ഇങ്ങനെ കാരണം ഈ ദുൽഹജ്ജ് 6-ന് ശേഷം നമുക്ക് ബസ് സർവീസ് ഹോട്ടലിലേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഷൂ ഇട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളെ നടത്തത്തിന്റെ പകുതി പണി ഷൂ ചെയ്യുന്നത് നമ്മളെ നസ്രിത്ത ക്ലാസ് എടുത്തപ്പോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പോ ഈ ഷൂ ഇല്ലെങ്കിൽ പക്ഷെ പാവങ്ങള് ആണുങ്ങള് ഈ പറഞ്ഞ മാതിരി നല്ലോണം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതില് അവർക്ക് ഷൂ ഇടാൻ പറ്റില്ലല്ലോ ഇഹ്റാമില്, അവർക്ക് അതല്ല അവിടെ അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഈ ഷൂ ഇടാൻ പറ്റിയത് ഈ ബാക്ക് പാക്ക് ആണല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിത് പിന്നെ അങ്ങനെ ഇത് ഇട്ടിട്ടാ പോയെ. അവിടെ എത്തി. പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഒന്നിച്ച് അങ്ങനെ പോണ്. പിന്നെ അന്നേരം ഒരു കുഞ്ഞു ഷോൾഡർ ബാഗിൽ ഇതുപോലെ ഞാൻ എന്റെ ഹോട്ടലിന്റെ കീ, പിന്നെന്താ ഒരു എന്താ അത്യാവശ്യം വേണ്ടി വന്നാ ഉപയോഗിക്കേണ്ടി വരുന്ന സൗദി റിയാല്, പിന്നെന്താ അതിലുണ്ടാവല് മൊബൈൽ, അത്രയും നാം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് ഈ പറഞ്ഞ പോലെ കല്ലെറിയാൻ പോയപ്പോ എന്റെ ബാഗ്, ഈ ഷോൾഡർ ബാഗ് വേറൊരാളുടെ കന്തൂറമ്മ പിടിച്ചിട്ട് ഇങ്ങനെ പോണു. പിന്നെ അപ്പൊ പിന്നെ എനിക്ക് പഠിച്ചോനെ ഇത് ഞാന് കന്തൂറല്ല, എന്താ പറയാ, അവരുടെ ഇഹ്റാമിന്റെ ഡ്രസ്സ് അത് ഇതായി പോവില്ലേ. അങ്ങനെ ഞാന് പതുക്കെ ഇങ്ങോട്ട് വലിക്കുമ്പോ അത് അങ്ങോട്ട് വലിക്കണത് അങ്ങോട്ട് അറിയണില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് പിന്നെ ഒരു രക്ഷയില്ല, പിന്നെ എനിക്ക് പോകാൻ പറ്റൂല, പക്ഷെ ബാഗ് അവിടെ ഇട്ട് പോകാനും പറ്റില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് പൊട്ടിച്ച് ഇപ്പോ സിബ് അങ്ങോരുടെ കൂടെ പോയി. അപ്പൊ എന്തായി, ഈ ഇതിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഞാന് ഈ ബാഗിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായി. അതെനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നമ്മള് തവാഫ് ചെയ്യാൻ പോയപ്പോ ഈ ബാഗ് ഈ പറഞ്ഞ മാതിരി എന്റെ കൂടെ ഉണ്ട്. അവിടെ ചെന്ന് കടക്കുന്ന നേരത്ത് ബാഗ് പിടിച്ചു വെച്ചിട്ടില്ല, അല്ല എന്ന് പറഞ്ഞിട്ട് ഇത് കടത്താൻ പറ്റൂല. കാരണം ഒരാളുടെ സ്പേസ് ഈ ബാക്ക് പാക്ക് കളയും. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോളാം, ബാക്ക് പാക്ക് ആയിട്ട് ആരും പോകണ്ട ഹറമിൽ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ കൺവിൻസ് ചെയ്തൊന്നും ഇതാക്കാനൊന്നും പറ്റില്ല, അവര് പറഞ്ഞാ തന്നെ. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതില് ഷൂ മാത്രല്ലേ ഉള്ളൂ, അന്ന് അവിടെ ഇട്ടിട്ട് പോ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഓക്കെ എന്നും പറഞ്ഞ് അവിടെ ഇട്ടിട്ട് പോയി. അങ്ങനെ പിന്നെ പറഞ്ഞിങ്ങനെ എന്തായാലും വേണ്ടില്ല നമ്മള് പിന്നെ പോവാ എന്നും പറഞ്ഞ അങ്ങനെ ഈ എന്താ കല്ലെറിയാൻ പോയ സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ മാതിരി ശ്വാസം മുട്ടണ പോലത്തെ ഇതാണ് കിട്ടുക. ചില ഈ ഉയരം കുറഞ്ഞ ഉമ്മമാരൊക്കെ അല്ലേ, അവരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടണ കാണുമ്പോ നമ്മളിങ്ങനെ അത് ഓർമ്മ വന്നപ്പോ പറഞ്ഞാണേ. പിന്നെ ഇങ്ങനെ ചൂടുകൊണ്ട് അവിടെ ഇവിടെ കിടക്കണതും ഇരിക്കണതും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണതും വീശണതും ഒക്കെ നമ്മളിങ്ങനെ കാണും. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ ഗ്രൂപ്പ് നമ്മളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ദിക്കറിയില്ലല്ലോ. നമ്മ മീനയിലെ ടെന്റിലേക്ക് വരാനൊന്നും നമുക്കൊന്നും ദിക്കൊന്നും അറിയില്ല. സംഭവം നമ്മളെ ഇത് പെർമിറ്റ് കാർഡ് എന്താ സ്കാൻ ചെയ്താൽ കിട്ടും, അവർക്ക് പറഞ്ഞു തരും. പക്ഷെ നമ്മള് ഹോട്ടലിലും ഹറമിലും ഉള്ള പോലെ അല്ലല്ലോ. തിരക്ക് കൂടുമ്പോ നമ്മളെ പല ഭാഗങ്ങളിൽ കൂടെയും തിരിച്ചു വിടും. പിന്നെ എത്തണ സ്ഥലം വേറൊരു സ്ഥലമായിരിക്കും, നമ്മൾ വിചാരിച്ച സ്ഥലത്ത് കൂടെ ഒന്നാവില്ല പിന്നെ ഇതാക്കണത്. അവിടെ ഒക്കെ നമ്മൾ ഈ ഒരു നമ്മളെ സഹായിച്ചത് ഇങ്ങനെ കൊടി പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. നമ്മളെ കൂട്ടത്തിൽ ഉയരം കൂടിയ 2 ഇക്കമാര്, ഒരു ലത്തീഫ് കെയും റഹീം കെയും.
പിന്നെ ചില സമയങ്ങളിൽ മറ്റുള്ളവരത് മാറ്റിപ്പിടിക്കും. പക്ഷെ അവരും നല്ല കഷ്ടപ്പാടാണ്. അവര് നടക്കണം, പിന്നെ ഈ കൊടി പിടിക്കണം, ചൂട് ഇത് എല്ലാം അവരും സഹിക്കണം. അങ്ങനെ അങ്ങനെ നോക്കി നിൽക്കുക. ഈ ഇതിന്റെ പിന്നാലെ കൊടി മീൻസ് ഒരു തുണി കഷ്ണം അതും അങ്ങനെ കെട്ടിയിട്ടുണ്ട്, ഒരു പിന്നെ റെഡ്. അപ്പൊ അത് നോക്കി നമ്മൾ നടക്കുക. അത് അതിന്റെ പിന്നാലെ ബാക്കി എല്ലാരും വന്നോളും. അങ്ങനെ ഞങ്ങൾക്ക് ഒരു റെഡ് മക്കനായിരുന്നു കിട്ടിയത്. അല്ലാ, ചൂടെടുത്തിട്ട് നിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു അത്. തുണി റെഡ് ആയതുകൊണ്ട് ഏത് താത്തമാരും പോയിട്ടുണ്ടെങ്കിലും പിടിച്ച് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അതൊരു നല്ല കാര്യമായിരുന്നു. പക്ഷെ തുണി കോട്ടൺ ആക്കണമായിരുന്നു, അത് ഞങ്ങൾ ഇപ്പോഴും പറയും. പിന്നെ അങ്ങനെ അതും പിന്നെ താത്താൻ വേണ്ടിയിട്ട്, ഈ കൊടിയും താത്താൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റിക്കാർ അവിടെ പിടിച്ചു വെക്കുന്നുണ്ടായി. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ ആ ഒരു ഇതാണ്. നമുക്ക് അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇപ്പൊ നമ്മള് തവാഫിന് പോയ കാര്യം അത് മറന്നു. അങ്ങനെ പോയപ്പോ നമ്മള് 76ാമത്തെ ഗേറ്റിൽ കൂടെയാണ് കയറണത്. അപ്പൊ നമ്മളത് പിടിച്ചു വെച്ച് നമ്മൾ അവിടെ ഇട്ട് പോയി നമ്മൾ ഗ്രൂപ്പിന്റെ കൂടെ ഒരു 3-4 തവാഫ് വരെ നമ്മൾ ഗ്രൂപ്പിന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഏറ്റവും മേലെയാണ് പിന്നെ തവാഫ് ചെയ്യാൻ കിട്ടിയത്. പിന്നെ മേലെ തന്നെ തവാഫും സഴിയും എല്ലാം നമ്മൾ കിട്ടിയത്. അങ്ങനെ ഒരു 3-4 തവാഫ് കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് വിട്ട്. പിന്നെ നമ്മൾ വിചാരിച്ച കുഴപ്പമില്ല, നമുക്ക് ചെയ്യാലോ. അങ്ങനെ ഒരു സഴി ചെയ്യേണ്ട സമയമായപ്പോ, ഒരു 4ാമത്തെ സഴിയായപ്പോ പിന്നെ മഗ്‌രിബ് കൊടുത്തു. അപ്പൊ മഗ്‌രിബ് കൊടുത്തപ്പോ നമ്മള് പറഞ്ഞ് നമ്മ വേഗം നിസ്കരിക്കാം. അപ്പൊ നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരു കപ്പിൾ ഇതുമാതിരി കൂട്ടം തെറ്റി പോകുന്ന ഒരു കപ്പിളിനെ കണ്ടു. അപ്പൊ അവര് പറഞ്ഞ 6ാമത്തതായിരുന്നു അവരത്. അപ്പൊ എന്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു, എന്നാ വേഗം നോക്കുക, പിന്നെ എന്താ നിസ്കാരം കഴിഞ്ഞ ഉടനെ സ്പീഡ് കൂട്ടുക, കാരണം നമുക്ക് ബാഗും കൂടെ എടുത്തിട്ട് വേണ്ടേ പുറത്ത് കിടക്കാൻ. അങ്ങനെ ഓക്കെ എന്നും പറഞ്ഞ് നമ്മള് പിന്നെ നിസ്കാരം കഴിഞ്ഞതും പിന്നെ ഓട്ടായിരുന്നു. പിന്നെ സഴി കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങണത് 96ാമത്തെ ഗേറ്റിൽ കൂടെ. ഇതൊക്കെ ഞാൻ പറയുമ്പോ പോയവർക്കറിയാം പുറത്ത് കൂടെ നമ്മൾ എത്ര ചുറ്റി വേണം ഈ 96-ന്ന് 76-ക്കും 76-ന്ന് ബാക്കിയുള്ളിടത്തൊക്കെ പോകേണ്ടതെന്ന്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ പറയണത്. അങ്ങനെ 96ാമത്തെ ഗേറ്റിൽ നിന്ന് വീണ്ടും 76ാമത്തെ ഗേറ്റിലേക്ക് അവിടെ ചെന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോണ്ടല്ല, യാ അല്ലാ, വെറും മാർബിള് മാത്രം പതിച്ച തറ. കുറച്ച് ഡിവൈഡർ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ എന്റെ ബാഗും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ സെക്യൂരിറ്റിനെ കണ്ടപ്പോ പിന്നെ അങ്ങോര് പറഞ്ഞ് 66ാം ഗേറ്റിൽ പോയി നോക്കാൻ. ഹസ്ബൻഡ് അത് കേട്ടാരം പറഞ്ഞ അങ്ങോര് ഒരു നമ്പർ പറയും, അവിടെ ഉണ്ടോന്ന് ആർക്കറിയാം. വെറുതെ അവിടെ പോയിട്ട് നമ്മൾ എന്തിനാണ്, പിന്നെ നമുക്ക് പോറില്ല, നല്ല ബാഗ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പറയാൻ വിട്ടു കൊടുക്കല്ലേ എന്ന് വെച്ച എന്നോട്. ഞാൻ പറഞ്ഞു, നമ്മളെ ഹജ്ജ്, നമ്മളെ അറഫ ഒക്കെ പോയി കളയല്ലേ എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഡയലോഗിന് ഒരു പഞ്ഞുമില്ല എന്ന് പറഞ്ഞു. ഇപ്പാലൊക്കെ ചിരി പറഞ്ഞു. അല്ലാ, അന്നേരത്തെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. കാരണം നമ്മൾ രാവിലെ തുടങ്ങി നടത്താണ്. പിന്നെ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മള് മുന്നിലുള്ളൂ. അത് ആലോചിക്കണം. കാരണം നമ്മള് ഇഷാക്ക് പോലും അവിടെ നിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്, കാരണം നമ്മളെ മിനയിലേക്കുള്ള ബസ് പോകും. അങ്ങനെ ഒക്കെ പറഞ്ഞു നിൽക്കണ സമയമാണ്. പിന്നെ നമ്മളെ മീനയിലേക്കുള്ള യാത്ര അത് ഭയങ്കര പ്രയാസകരമായിരിക്കും. കാരണം ബസ്സൊന്നും കിട്ടില്ല. പിന്നെ അവിടെ നമുക്ക് നടക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പൊ ആ ഒരവസ്ഥയിലാണ്. പക്ഷെ എന്റെ അവസ്ഥ അത് ഞാൻ ആലോചിക്കണത്, പഠിച്ചോനെ, ഷൂവിന്റെ കാര്യം മാത്രമേ എനിക്ക് അപ്പൊ ചിന്തയുള്ളൂ കേട്ടാ. ഷൂ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ഒരു 30 മിനിറ്റ് ഹോട്ടലിലേക്ക് ഞാൻ എങ്ങനെ നടക്കും? പിന്നെ കാരണം 30 മിനിറ്റ് നമ്മളെ ഹോട്ടലിലേക്ക് ഉള്ളുവെങ്കിലും വലിയൊരു കയറ്റവും വലിയൊരു ഇറക്കമാണ്, നല്ല ചൂടുമല്ലേ. അപ്പൊ നമ്മങ്ങനെ അവിടെ പകുതി കയറ്റം ഇറങ്ങുമ്പോ തന്നെ ഒരു പിന്നെ ലബാനോ ഒരു ജ്യൂസോ എന്തെങ്കിലും വാങ്ങി കുടിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള സമയം. അങ്ങനെയാണ് പിന്നെ നടക്കാൻ പറ്റുള്ളൂ. അത്രക്കും വയ്യാണ്ടാവും നമ്മ. എന്തിനു പറയണ്, ഇങ്ങനെ ഓരോ ഗേറ്റും തമ്മിൽ ഇങ്ങനെ പുറത്തൂടെ പോകുമ്പോ ചില്ലറ ദൂരല്ലാന്ന് അറിയാലോ എല്ലാവർക്കും. അതിങ്ങനെ പോയി 66ാമത്തെ ഗേറ്റിന്റെ അവിടേക്ക് പോണ സമയത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറേ ബാഗ് കൂട്ടിയിട്ടിരിക്കണം. അതിപ്പോ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി തരാം. ആ ഒരു സ്ഥലം ഒരു വലിയ കല്യാണ മണ്ഡപം, അതാലോചിക്കുക. അതിന്റെ സിറ്റിംഗ് ഏരിയ, അതിലൊരു പകുതി 3/4 ഭാഗം ഉണ്ടാവും വിചാരിക്കുക ഈ ഒരു സ്ഥലം. അതിൽ കുറേ ബാഗ് മാത്രല്ല, അതില് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ കൊട ഉണ്ട്. കാരണം ഈ മുസ്ദലിഫ കഴിഞ്ഞിട്ടാണ് ഇത് വന്നിക്കണത് കേട്ടോ. എല്ലാവരും ആ അടയാളങ്ങൾ അവിടെ ഉണ്ടാവും. കൊട, ബാഗ്, പുതപ്പ്, ഷൂ, ചെരുപ്പ്, എന്തിനു പറയണ നമ്മള് എന്താ പറയാ, ട്രോളി ബാഗായിട്ട് യൂസ് ചെയ്യണ അങ്ങനത്തെ വരെ അവിടെ ഉണ്ട്. അതില് നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി നോക്കി.
അവിടെ ഒന്നുമില്ല. ഇത്രയും സ്ഥലം അവിടെ ഇരുട്ട് പോലെയാണ് കേട്ടാ, ഒരു വെളിച്ചം ഇതൊന്നുമില്ല. അങ്ങനെ കുറെ തപ്പിയപ്പോ എന്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ, ഞാൻ 66-ാമത്തേൽ പോയി നോക്കിട്ട് വരാം. അങ്ങനെ പുള്ളി അങ്ങോട്ട് പോയി. ഞാൻ ഇവിടെ നിൽക്കുമ്പോ കുറെ നേരം കാണണ്ടായപ്പോ ഞാൻ ഈ സെക്യൂരിറ്റികൾ 3 എണ്ണം നിൽക്കുന്നുണ്ട്, അവിടെ അടുത്ത് ഞാൻ പോയിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു. ഇവർക്കുണ്ടല്ല ഹിന്ദിയൊക്കെ നല്ല അറിയുമെങ്കിലും ഇവർ അറബിക്കല്ലാതെ പറയൂല. നമുക്ക് എന്ത് അറബി പറയാനുള്ള അറബിയൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ കുറച്ചു പേര് വന്നിട്ട് അവരെ പറയുന്നുണ്ട് ഇങ്ങനെ പാസ്പോർട്ട് പോയി, അത് പോയി, ഇത് പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവരോട്. ഇതൊക്കെ പറയുമ്പോഴാണ് ഞാൻ എന്റെ കയ്യിൽ വന്നൊരു വലിയ വിഡ്ഢിത്തം ഞാൻ ആലോചിക്കണം. എന്റെ ഷോൾഡർ ബാഗ് പൊട്ടിയപ്പോ ഞാൻ അതിലേക്ക് എടുത്തു വെച്ച് ഈ സാധനത്തിൽ എന്റെ ഒമാൻ ID എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ ഒമാൻ ID എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പൊ അത്ര അതൊരു വിഷയം തോന്നില്ല, പക്ഷെ നമ്മളെ നാട്ടിലെ ആധാർ കാർഡും ഇതും ഒക്കെ പോയാലുള്ള ഒരവസ്ഥ അത് എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഇവിടെ ഇറങ്ങണമെങ്കിൽ ഈ സാധനം വേണം. മാത്രല്ല നമ്മളിത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോണോ പോവണ്ടേ അങ്ങനെ ഇങ്ങനെ ചിന്തിക്കണുണ്ട്. അപ്പൊ അത് പോണെങ്കിൽ ഈ സാധനം വേണം. കാരണം എന്താ വെച്ചാൽ എന്റെ പാസ്പോർട്ടിൽ എന്റെ വിസയുടെ ഇതില്ല. വിസ അടിച്ചിക്കണത് പാസ്പോർട്ട് എടുത്തതിന് ശേഷമാണ്. അപ്പോ പിന്നെ വിസയുടെ ഇതെല്ലാം ഇരിക്കണത് ഈ ഒമാൻ ID-യിലാണ്. ഇതില്ലെങ്കിൽ പിന്നെ ഞാൻ സോഹ. അപ്പോ പിന്നെ യാ അല്ലാ, പിന്നെ അവിടുന്ന് എന്ത് പറയുന്നു, റിസ്ക് തന്നെ. ഞാൻ അപ്പൊ വേഗം വിളിച്ച് ഹസ്ബൻഡ്. അപ്പൊ എന്നോട് ചോദിച്ചു, കിട്ടിയാ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലല്ല കിട്ടിയതില്ല, ഇതൊരു കാര്യം പറയാനിരുന്നു പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഷൂ മാത്രമുള്ളെങ്കിൽ നമുക്ക് പോവാ മതി, പിന്നെ അവരൊക്കെ പോവൂലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞല്ല, ഇങ്ങനൊരു സംഭവം കൂടെ അതിലുണ്ട്. അല്ലാ, പിന്നെ കഴിഞ്ഞ കഥ. പിന്നെ ഒരു മൂളല് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്റെ റബ്ബേ, ഞാൻ അന്നേരം ചിന്തിച്ച് എനിക്ക് അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇതാണ്, എനിക്കിതൊരു പരീക്ഷണാണെന്ന് എനിക്ക് നന്നായി അറിയാം പഠിച്ചോനെ. ഇതെനിക്കുള്ളൊരു ടെസ്റ്റ് തന്നെയാണ്. നീ ഇതിനെങ്ങനെ തരണം ചെയ്തു തരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നിട്ടുള്ള ഇത്. എനിക്ക് എന്തോരം തവക്കുലുണ്ട് നിന്നില്, എന്തോരം തക്കവ നിന്റെ ഇത് ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പഠിച്ചവൻ എന്നെ പരീക്ഷിക്കുന്നത് തന്നെയാണ്. നീ അല്ലാതെ ഇതിനൊരു ഇത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേറൊരാളും ഇല്ല. ഇതൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. എത്ര ദുആന്ന് എനിക്കറിയില്ല. ഇത്രയും നല്ലൊരു കർമ്മം കഴിഞ്ഞിട്ട് അന്നൊട്ട് തന്റെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാള് എന്നുള്ള ആ ഇത് ഇനി ജീവിതകാലം മുഴുവൻ കേൾക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ, ഇതൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. അല്ലാ പഠിച്ചവനെ, ആ ദുആ എനിക്ക് പറയാൻ പറ്റൂല. ഉം. അങ്ങനെ പിന്നെ അപ്പൊ ഇഷാ ബാങ്ക് കൊടുക്കണം. ഇഷാ ബാങ്ക് കൊടുത്തപ്പോ ഞാൻ പുള്ളീനെ വീണ്ടും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അപ്പൊ എന്റെ അടുത്ത് വെച്ച് എന്തേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും എവിടെ ഉള്ളതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ 66-ാം ഗേറ്റിൽ തന്നെ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇഷാ ബാങ്ക് കൊടുത്തല്ല, ഞാൻ വേഗം നിസ്കരിച്ചിട്ട് ഓടി വരാം, സുന്നത്തിനൊന്നും നിക്കണില്ല, ഓടി വരാ, പിന്നെ എന്നിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞു. കാരണം ഈ പുള്ളിക്ക് 66-ാമത്തെ ഗേറ്റിൽ നിന്ന് ഈ 96-ാമത്തെ ഗേറ്റിലേക്ക് എത്താൻ നല്ലോണം പണിയുണ്ട്. അപ്പൊ അത് കേട്ട ഉടനെ ഈ ബാങ്ക് കൊടുക്കുമ്പോ തന്നെ ഞാൻ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അറ്റത്തുള്ള ഒരു സ്ഥലത്ത് ഇടം കിട്ടി, അവിടെ നിസ്കരിച്ച് ഒറ്റ ഓട്ടം കൊടുത്തു. പിന്നെ എങ്ങനെ ഞാൻ ആ WC3 എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എത്താൻ പറഞ്ഞിരിക്കണം. അവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്ക് തന്നെ അറിയില്ല, ടപ്പയെന്ന് എത്തി. പിന്നെ അപ്പോഴും ദുആ തന്നെ. അല്ലാ, പിന്നെ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു ഞാൻ ബാത്റൂമിൽ പോയിട്ടേ വരുള്ളൂ, അവിടെ തന്നെ നിന്നോന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അല്ലാ, തിരിച്ചു വരുന്ന ഓരോ മുഖവും ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കും, എന്നെ കാണുന്നവർ എന്തായിരിക്കും എന്നോടുള്ള പ്രതികരണം. അല്ലാ, ഈ ഹറമി വെച്ച് ഒന്നും അരുതാത്തത് ഉണ്ടാവില്ല നാഥാ എന്നുള്ള ദുആ. തിരിച്ചു വരുന്ന ആളെ കണ്ട് എന്നോടൊന്നും പറയുന്നില്ല, അവനെ വിദ്വാര് പൂശണം എന്ന് ഞാനും വിചാരിച്ചു. അതൊക്കെ ഞാൻ കൈകളിലേക്ക് നോക്കിയപ്പോണ്ടേ എന്റെ ബാഗ് തൂക്കി പിടിച്ച് നടക്കണം. യാ അല്ലാ, എനിക്ക് അപ്പൊ അവിടെ ശുക്രന്റെ സുജൂദ് ചെയ്യാൻ തോന്നി. പക്ഷെ അന്നേരം ഞാൻ അതിന് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ മേലെ കൂടെ ആയിരങ്ങള് എന്നെ ചവിട്ടി ഇതായി പോവും. പക്ഷെ മനസ്സിൽ ഇങ്ങനെ ഒതുക്കിയെല്ലാം പഠിച്ചവനോട് ഞാൻ എത്ര പറഞ്ഞാലും മതിയാവില്ല. അങ്ങനത്തെ ഒരു കാരണം അത് കിട്ടൂല. അപ്പൊ ഹസ്ബൻഡ് പറയണ ആ ഒരു പുള്ളി അവിടെ പോയി ചെന്ന് നോക്കിയപ്പോ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാൾ 3 ഇരട്ടി വലുപ്പമുള്ള സ്ഥലത്താണ് ഇത്രയും ബാഗുകൾ ഇങ്ങനെ കുന്നുപോലെയാണ് നിട്ടിരുന്നത്. അത് ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്ന് കരയണെന്ന്, എന്റെ പാസ്പോർട്ട് ഇല്ല, എന്റെ അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുക, എല്ലാവർക്കും ഓരോ പാടാണ്. പിന്നെ നമ്മൾക്കത് കിട്ടി, അൽഹംദുലില്ലാ, അത് പഠിച്ചോന്റെ ഇതുകൊണ്ട് കിട്ടി. പിന്നെ നമ്മളത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താണെന്നറിയോ, പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മ വീണ്ടും ഹറമിലേക്ക് വരുന്നത്. അന്നേരമൊക്കെ ഇത് ചെന്നിട്ട് ആരോട് ചോദിക്കാൻ, എവിടെ ചോദിക്കാൻ, ഒന്നും ഇതില്ലല്ലോ, നമുക്കൊരു ഹോപ്പ് ഉണ്ടാവില്ല പിന്നെ.
അങ്ങനെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്താ ഓർമ്മ വന്നറിയോ, നമ്മളെ ഐഷ മൗലിമ പഠിപ്പിച്ചില്ലേ ഒരായത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് നജ്ജയ്നാകും മിൻ ആലി ഫിർഔന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയത്തില്ലേ നമ്മളെ ബക്കറയില്. നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയ സന്ദർഭം. അങ്ങനെ അങ്ങനെ എന്നെ രക്ഷപ്പെടുത്തി റബ്ബ് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ സന്ദർഭം ഉണ്ടല്ലോ, അത് വേറൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിലേക്ക് കയറ്റി കൊണ്ടുവന്ന സന്ദർഭം, അത് പഠിച്ചവന് അൽഹംദുലില്ലാ അത് പിന്നെ പറയാം. അത് അതായത് അള്ളാഹുവിന്റെ കലാം പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ തിരിച്ചു വിട്ട പോലെയാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അന്നത്തെ എന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വിട്ടതാണ് എന്നെ. അതെന്നെ അറിയുന്ന പലർക്കും അറിയാൻ പറ്റും. പിന്നെ അപ്പൊ ആ രക്ഷപ്പെടുത്തിയത് അതൊരു പരീക്ഷണാണെന്നാണ് ആ ആയത്തിന്റെ ലാസ്റ്റ് വരുന്നത്. അപ്പൊ ഇതും എനിക്കൊരു പരീക്ഷണാണ്. ആ ആയത്തിന്റെ ക്ലാസ് കേൾക്കാത്തവര് പിന്നെ ആ ക്ലാസ് കേട്ടാല് അറിയാട്ടാ അതിൻ്റെത്. അപ്പോ ഇതും എനിക്കൊരു പരീക്ഷണമാണ്. സന്തോഷവേളകളിൽ നീ റബ്ബിനെ പറ്റി ചിന്തിച്ചാല് സങ്കടവേളകളിൽ റബ്ബ് നമ്മിലേക്ക് അടുക്കും എന്ന് പിന്നെ നമ്മള് അസീനത്തെ അടുത്തൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതാണ് എനിക്ക് അപ്പൊ തോന്നിയത്. ഇപ്പൊ തോന്നിയതല്ല. അങ്ങനെ പിന്നെ ഇവിടുന്ന് അങ്ങനെ അവിടുന്ന് നമ്മൾ തിരിച്ചു വരുമ്പോ പിന്നെ ഒരു കപ്പിളിനെ കണ്ടു. അപ്പൊ അവര് പറഞ്ഞ് പിന്നെ ഉസ്താദും ടീമൊന്നും ഇവിടുന്ന് പോയിട്ടില്ല, ഹറമിൽ തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് സമാധാനായി, അൽഹംദുലില്ലാ. അങ്ങനെ പിന്നെ നമ്മള് ഹോട്ടലിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് കയറ്റം കയറുമ്പോ ഒരു ജ്യൂസ് മേടിച്ച് കുടിച്ചു. പഠിച്ചവനെ എന്തായിരുന്നു അതിന്റെ ഒരു രുചി, അതിപ്പോഴും പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ വഴിയിൽ നിന്ന് ഫ്രൂട്ട്സും വെള്ളം അങ്ങനെ റൊട്ടി പോലെ എന്തൊക്കെയോ ഇങ്ങനെ ഓരോരുത്തരൊക്കെ തരുന്നുണ്ടായി. അതിങ്ങനെ സഹയാത്രികൾക്കും കൊടുത്ത് അങ്ങനെ പോന്നു. എന്തായാലും ആ ഒരു ദിവസം ഒരിക്കലും മറക്കൂല, ആ ഒരു സമയം. പിന്നെ 2-ാം ദിവസത്തെ കല്ലെറിയല്, അതെല്ലാവർക്കും ഒരു വലിയ കടമ്പ തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് പോയവരിലെല്ലാം അറിയാൻ സാധിച്ചത്. അങ്ങനെ തന്നെയാണ്. അത് ഭയങ്കര ഒരു എന്താന്നറിയില്ല, ഭയങ്കര ഒരു തിരക്കായിരുന്നു അന്ന്. നമ്മള് പിന്നെ കുറെ അന്ന് ഇതാക്കിയിട്ടുണ്ട്, സഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ അതും നമുക്ക് റബ്ബ് എളുപ്പാക്കി തന്നിട്ടുണ്ട്. പിന്നെ അന്നത്തെ ചില സന്തോഷങ്ങളും ഉണ്ടായി. അന്ന് ഇതുപോലെ അസറിന് ശേഷമാണ് കല്ലെറിയാൻ പോവാൻ നമ്മൾ തീരുമാനിച്ചത്. പിന്നെ ഇതുപോലെ ഈ ഹജ്ജിന് പോയി വന്ന കുറെ ആൾക്കാരോട് മുമ്പ് സംസാരിച്ച് വെച്ചിട്ടുള്ളതിനാല്, പിന്നെ എസ്പെഷ്യലി നമ്മളെ സെറീൻത, നസ്രിത്ത, അസീൻത, സാജിത്ത, പിന്നെ എൻ്റെ ഉമ്മ, പിന്നെ മമ്മി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലർക്കും അറിയാൻ പറ്റും എൻ്റെ മമ്മിക്ക് എൻ്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം. പിന്നെ മമ്മി ഒരു അമീറായിട്ട് പിന്നെ കുറെ കാലം ഗൾഫിൽ നിന്ന് പോയിരുന്ന ആളായിരുന്നു. അപ്പൊ ഇവരെല്ലാം പിന്നെ എല്ലാം അങ്ങനെ ഓർമ്മപ്പെടുത്തുകളിൽ നിന്ന് കുറെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ വക്കത്തിന്റെയും ഒരു 1.5 മണിക്കൂർ മുമ്പ് തന്നെ ബാത്റൂമിലെല്ലാം പോയി വുളു ചെയ്ത് റെഡി ആയിരിക്കുമായിരുന്നു ഓരോ വക്കത്തിന്റെ മുന്നേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ബാത്റൂമിന്റെ അവിടെ റഷ് ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷെ അത് ചില സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ നമ്മള് തഹജ്ജുദിന് നമ്മൾ എത്രയും നേരത്തെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയപ്പോണ്ട് അവിടെ ഭയങ്കര റഷ്. അങ്ങനെ അപ്പൊ ആ സമയത്ത് എന്താ നോക്കണ്ട, അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് കുറച്ചൊക്കെ പഠിച്ചവനെ എളുപ്പമാക്കി തന്നിരുന്നു. അപ്പൊ ഇതുപോലെ നമ്മൾ നേരത്തെ തന്നെ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മളെ യാത്ര ലേറ്റ് ആവണമെന്ന് കണ്ടപ്പോ നമ്മൾ വീണ്ടും ഒന്നുകൂടെ പിന്നെ അസറിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒളു പുതുക്കാൻ വേണ്ടി പോയതായിരുന്നു. ഇപ്പൊ ഒളു പുതുക്കിയിട്ട് വരുമ്പോ ഇങ്ങനെ ഞാനും ഫൗസിട്ടോ അതിന്റെ ഒപ്പം പറയട്ടെ, പിന്നെ ആരും അവിടെ മീനയിലൊക്കെ പിന്നെ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോ ഒരാളെ കൂട്ടില്ലാതെ പോകരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് ചിലപ്പോ ബാത്റൂമിൽ ചെന്നിരിക്കണ സമയത്തായിരിക്കും വെള്ളം തീർന്നിട്ടുള്ളത് അറിയാം. അപ്പോ ഒരാളപ്പുറത്തുണ്ടെങ്കിൽ നമുക്ക് പറയാലോ, ഇത് നമ്മളെ കൂട്ടത്തിൽപ്പെട്ടതല്ലെങ്കിലും പറയാം. പക്ഷെ ഞങ്ങൾ എന്ന് പറഞ്ഞാല് ഞങ്ങളെ കൂടെ ഉള്ള ഒരു അറബിക്കാരണല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഹിന്ദിക്കാരുണ്ട്, പക്ഷെ ഇത് ആരോട് പറയും. ഇപ്പൊ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടി തന്നെ അപ്പുറത്തെ ക്യാബിനിൽ പെട്ടിട്ട് ഞാൻ വെള്ളം ചോദിക്കുന്നുണ്ട്, വെള്ളം എടുത്തു വന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് വെള്ളം എവിടെ, സുമി എവിടെ സുമി പറയണ ഞാനിവിടെ ഉണ്ട്. പക്ഷെ ഈ ആളെ എനിക്ക് എത്തുന്നില്ല, പുള്ളി അപ്പുറത്തെ ക്യാബിനിലാണ് ഉള്ളെ. അങ്ങനെ നമുക്ക് ഒരാളുടെ കൂടെ എന്തായാലും പോണം, ഒറ്റയ്ക്ക് ഒരിക്കലും പോകരുത്. കാരണം നമുക്ക് എപ്പോഴാണ് ഒരാവശ്യം വരാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞോളൂ. അങ്ങനെ ഈ ഞാനും ഫൗസത്തും കൂടെ തിരിച്ചു വരുമ്പോ ഈ പറഞ്ഞ മാതിരി AC വന്ന് വെള്ളറ്റണമാതിരി ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് AC വന്ന് വെള്ളറ്റണതാണ്. പിന്നെയാണ് മനസ്സിലായത് മാഷാ അല്ലാ, പിന്നെ റബ്ബിന്റെ കാരുണ്യ മഴ ഇങ്ങനെ പെയ്യാണ് ആ സമയത്ത്. ശരിക്കും നല്ലൊരു സന്തോഷം തോന്നി ആ സമയം.
അപ്പൊ തന്നെ നമ്മളിങ്ങനെ ആലോചിക്കുകയും ചെയ്തു, പഠിച്ചോനെ റബ്ബിന്റെ പിന്നെ എന്താ കാരണം മഴ പെയ്യുമ്പോ നമ്മൾ ദുആ ചെയ്താൽ അത് സ്വീകരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് ദുആ ചെയ്ത് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ മഴ വേഗം നിന്നിട്ടാ, അത്ര നേരം ഒന്നും ഉണ്ടായില്ല. എന്നാലും അൽഹംദുലില്ലാ കുറച്ചു നേരം പുറത്തു നിന്നിട്ട് തന്നെ നമ്മളത് ആസ്വദിച്ചിട്ടാണ് പിന്നെ അകത്തേക്ക് കയറി. അങ്ങനെ പിന്നെ നമ്മള് കല്ലേറിന് പോയി. ഈ പറയും പോലെ പോകുമ്പോഴൊക്കെ നമ്മള് വല്ല ORS അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിയാസീഡോ മുസമ്പിയോ എന്തെങ്കിലുമൊക്കെ കരുതുക കയ്യിൽ, ഇങ്ങനെ പോകുന്നവരെല്ലാം. പിന്നെ കുറെ ക്ഷീണം അതിൽ നിന്ന് നമുക്ക് മാറും. കാരണം ചൂട് എന്ന് പറഞ്ഞാൽ ചൂടൊന്നും ഇനി ഒരു 3-4 കൊല്ലത്തിനൊന്നും ചൂടൊന്നും മാറൊന്നുമില്ല. അപ്പോ പോവാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ അത് കരുതി വെക്കാം. പിന്നെ അങ്ങനെ നമ്മൾ ഇതെല്ലാം കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കല്ലെറിഞ്ഞ് എല്ലാവരും ഈ പറഞ്ഞ മാതിരി കൊടിയുടെ നിറം നോക്കി ലാസ്റ്റ് എത്തിയപ്പം ഈ പറഞ്ഞ മാതിരി നമ്മളെ കയ്യിലുള്ള മുസമ്പി വെള്ളമൊക്കെ തീർന്നപ്പോഴത്തേക്കൂട്ടാ മുസമ്പി ഇങ്ങനെ പൊളിച്ച് എല്ലാവർക്കും ഓരോ വായിൽ വെച്ചു കൊടുക്കുമ്പോഴാണ് ഓരോരുത്തർ പറയണത്, ഹോ ഈ മുസമ്പിക്കൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടാ പഠിച്ചേ. കാരണം അത്രയും ചൂടും അത്രയും നമ്മൾ നടന്നിട്ടുണ്ടല്ലോ, ആ ദാഹവും ഇതും എല്ലാം കൂടെ. പിന്നെ ആരും അങ്ങനെ വല്ലാണ്ട് കരുതിയിട്ടുണ്ടായില്ലാത്തതുകൊണ്ട് പിന്നെ അതിനുശേഷമുള്ള ദിവസങ്ങളിലൊക്കെ പിന്നെ എല്ലാവരും കരുതണുണ്ട് ഇങ്ങനെ നല്ലോണം നമുക്ക് ദാഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഒരു കയറ്റത്തിന് ഒരു ഇറക്കുണ്ട്, ഒരു വിഷമം ഉണ്ടാവുമ്പോ അതിന് ശേഷമുള്ള ഒരു സന്തോഷത്തിന് അതൊരു പ്രത്യേകത ഉണ്ട്. യുസ്ര അല്ലേ, തീർച്ചയായും നരക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. അങ്ങനെ പക്ഷെ പിന്നെ പിറ്റേന്ന് കല്യാറിന് പോകുമ്പോ എല്ലാവരും ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് ഫൗസിത്തതുവരെ ദുആ ചെയ്ത് ഞാൻ ഓർക്കണം. പിന്നെ ഇബ്രാഹിം നബിക്ക് തീരെ തണുപ്പാക്കി കൊടുത്ത അതാ ഞങ്ങൾക്ക് നീ എളുപ്പാക്കി തരണേ. കാരണം പുള്ളിയൊക്കെ ഇച്ചിരി ഉയരം കുറഞ്ഞ ആളാണ് എന്നെ സംബന്ധിച്ച്. അപ്പോ പിന്നെ ഇതിന്റെ ഉള്ളിൽ ശ്വാസം മുട്ടിയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടായി പോയിട്ടുണ്ടായി അന്നത്തെ ദിവസം. അൽഹംദുലില്ലാ. പിന്നെ പിറ്റത്തെ ദിവസമൊക്കെ ഭയങ്കര എളുപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരുന്നു കല്ലേറൊക്കെ. അത് കുറെ പേർക്ക് അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ അന്നത്തെ കല്ലേറോട് കൂടിയിട്ട് പിന്നെ അവിടുന്ന് നമുക്ക് തിരിച്ചു പോരണം എന്നായിരുന്നു നിർദ്ദേശം. കാരണം എന്താ വെച്ചാൽ നമ്മള് പിന്നെ ഇത് ടെന്റ് സൗകര്യം ഉണ്ടാവില്ല എന്നെല്ലാം അങ്ങനെ പറഞ്ഞു. നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരു ഇജാസ് കെ ഫർസീം അവര് ഇതുപോലെ പിറ്റത്തെ ദിവസത്തെ കല്ലേറ് കഴിഞ്ഞിട്ട് പോരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ടെന്റില് ഈ ക്ലോസറ്റുകൾ വരെ ഊരിക്കൊണ്ടോണ ഇതായിരുന്നു എന്ന്. എന്നിട്ട് പിന്നെ അവര് അപ്പുറത്ത് ഒരു കുവൈറ്റി പള്ളിയുണ്ട്, അവിടെ പോയി താമസിച്ച് അവിടെ തണുപ്പ് കൂടിയിരുന്നു അവർക്ക്. ഇവിടെ ചൂട് കൂടിയിട്ടായിരുന്നു നമുക്ക്, അവിടെ തണുപ്പ് കൂടിയിട്ട് വീണ്ടും ടെന്റിലേക്ക് തന്നെ വന്നെന്ന് പറയണ്ടായി. പിന്നെ ഭക്ഷണം ഉണ്ടാവില്ല, ഭക്ഷണം പുറത്തുനിന്ന് അവർ കഴിച്ച് എന്തായാലും അൽഹംദുലില്ലാ അവര് പിറ്റേ ദിവസത്തെ കല്ലേറ് അവര് നല്ലതില്ലായിരുന്നു. ടണലിൽ കൂടെ പോയി, പിന്നെ ബാത്റൂം സൗകര്യമൊക്കെ അവർ പള്ളിയിൽ പോയി നിറവേറ്റി. അങ്ങനൊക്കെ ആയിട്ട് പിന്നെ ടണൽ വഴി പോയി നല്ല എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. പക്ഷെ നമുക്കത് അത്രേ കിട്ടിയുള്ളൂ, എത്രയെങ്കിലും കിട്ടിയാലോ അൽഹംദുലില്ലാ, പഠിച്ചവന് സ്തുതി. പിന്നെ ഹജ്ജ് ആഗ്രഹിച്ചെങ്കിലും ഈ പ്രായത്തിൽ അത് സാധിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഈ പ്രായം എന്ന് പറയുമ്പോൾ ഞാൻ അത്ര ചെറിയ പ്രായമൊന്നുമല്ല കേട്ടാ. എന്നാലും പിന്നെ അൽഹംദുലില്ലാ പഠിച്ചവനെ എനിക്ക് എളുപ്പാക്കി തന്നു. പിന്നെ പിറ്റേന്ന് വിദായിന്റെ തവാഫ് അല്ലാ, അതാലോചിക്കുമ്പോ അതാലോചിക്കണ്ടാന്ന് തോന്നും. അങ്ങനെ എപ്പോഴും നമ്മൾ അവിടെ തന്നെ നിൽക്കാൻ തോന്നും. അത് പോയവർക്കൊക്കെ അങ്ങനെയാണല്ലോ, അങ്ങനെ ആയിരിക്കും. റബ്ബിനി എല്ലാവരും എത്തിക്കട്ടെ അവിടെ. പിന്നെ നമ്മൾ മദീനയിലേക്ക് അവിടുന്ന് ഒരു മദീനയിൽ ഇതുമാതിരി നമ്മളെ റൂമും പള്ളിയും തമ്മിൽ ഒരു 100 മീറ്റർ അത്ര ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നുണ്ട്. ഭയങ്കര എളുപ്പമായിരുന്നു, പെട്ടെന്ന് അങ്ങ് എത്തുമായിരുന്നു. പിന്നെ റൗളയിലേക്കുള്ള എൻട്രിയും ഒക്കെ അതൊരു കടമ്പായിരുന്നു. ഇതുപോലെ നമ്മൾ അമീർ ഭയങ്കരമായിട്ട് അത് അതിൽ സപ്പോർട്ട് ചെയ്ത് അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ആ സ്വർഗത്തിന്റെ കഷ്ണമായ സ്ഥലത്തുള്ള 2 റക്അത്ത് നമസ്കാരം എല്ലാം പഠിച്ചവനെല്ലാം എളുപ്പാക്കി തന്നു. പിന്നെ നമ്മള് കുബ പള്ളിയില് ഉഹുദ് യുദ്ധം കഴിഞ്ഞ സ്ഥലത്ത് അവിടെയൊക്കെ പോയി. അതിന്റെ പിറ്റേന്ന് നമ്മള് ജിദ്ദ വഴി ഒമാനിലേക്ക് തിരിക്കായിരുന്നു. അതിനിടയില് മറ്റേ മീനയിൽ പോണതിന്റെ മുന്നത്തെ ദിവസം മാഷാ അല്ലാ ഞാൻ ബാനത്തനെ കാണാൻ ശ്രമിച്ച് അത് ഫലം കണ്ട്. പിന്നെ ഇങ്ങനെ ഇൽമു പഠിപ്പിച്ചിരുന്ന ഒരാളെയും എനിക്ക് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പരലോകത്ത് വെച്ച് കാണാൻ വല്ലപ്പോഴും എന്നുള്ള ആ ഒരു ഇതേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ റബ്ബിന്റെ ഭവനത്തിൽ വെച്ചിട്ട് ഞങ്ങള് കണ്ടുമുട്ടിച്ച് പഠിച്ചു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എനിക്കൊരു ദുആ ബുക്കും തന്നു, കുഞ്ഞു ബുക്ക്. മാഷാ അല്ലാ റബ്ബന ദുആകളൊക്കെ ഉള്ളൊരു പിന്നെ ബുക്കായിരുന്നു. ബറക്കല്ലാഹു ഫീക്ക്. പിന്നീടുള്ള പ്രാർത്ഥനകളിൽ ആ ബുക്കും ഉണ്ടായിരുന്നു. പിന്നെ എവിടെയും നമ്മൾ എന്തും പൊരുത്തപ്പെടും അന്നേരം എന്നുള്ള കുറേ ഉദാഹരണങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒമാനിൽ നിന്ന് പോയ കാരണം നമുക്ക് കിട്ടുന്ന ഭക്ഷണം എല്ലാം ഒമാനി ഫുഡായിരുന്നു. നമുക്ക്
എനിക്കൊന്നും പിന്നെ പ്രശ്നമല്ല, ഞാൻ പലതും കഴിച്ച് അങ്ങനെ ശീലമുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ കുറെ പേര് ഇങ്ങനെ നമ്മളെ നമ്മളെ ഭക്ഷണം വിട്ടിട്ട് കഴിക്കുന്ന, അങ്ങനെ ഭക്ഷണം കഴിക്കാത്ത പലവരും ഉണ്ടാവുമല്ലോ. അങ്ങനത്തെവർക്കൊക്കെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്നാ പറയട്ടെ, ഒരു 5-8 തരം സാലഡ് ഉണ്ടായിരുന്നു, 3 തൊട്ട് 5 തരം വരെ മെയിൻ കോഴ്സ് ഉണ്ടാവും, 5-6 തരം കറി ഉണ്ടാവും, സ്വീറ്റ്സ് ഉണ്ടാവും 5-8 തരം, പിന്നെ ചായ, കോഫി, ജ്യൂസ്, സൂപ്പ് എല്ലാം ഉണ്ടാവും. ഇത് 5 സ്റ്റാർ ഫെസിലിറ്റിയും ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും ഈ മനുഷ്യൻ നന്ദി കെട്ടവനാണെന്ന് പറയൂലേ, അതന്നെ. അത് പറയുമല്ലോ ആൾക്കാര്. ഏഹ് എനിക്കത് പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷെ നമ്മളെ കൂട്ടത്തില് ഈ മീന്, മുട്ട, ഇറച്ചി ഇതൊന്നും കഴിക്കാത്ത ആൾക്കാര്, അങ്ങനത്തോരും, പിന്നെന്താ പറയാ, ഈ ഒമാനി ഫുഡ് കാരണം എല്ലാത്തിനും ഒരു മണം ഉണ്ടായിരിക്കും. അത് ചിലർക്ക് അങ്ങോട്ട് പറ്റൂല. അവരുടെ ഒരു സംഭവങ്ങൾ ചേർത്തിട്ടുള്ള. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ഇതാക്കി അതായാലും ശരിയാവും. നമ്മളെ പോലെ മറ്റേ കുറെ കഴിയുമ്പോ നമുക്കും തോന്നിട്ടാ ഒരു കഞ്ഞി അച്ചാറും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള, നമ്മളെ ഐഷാമൂല്യമൊക്കെ പറഞ്ഞില്ലേ, ഉന്താസ്ത പറഞ്ഞു പറഞ്ഞ മാതിരി ഒരിത്തിരി ചോറും മാന്തളും മുളകിട്ടതും കിട്ടിയിരുന്നെങ്കിൽ അതുപോലത്തെ ഒരിത് അതെല്ലാവർക്കും തോന്നും. പക്ഷെ എനിക്കത് കിട്ടി, മാന്തള മുളകിട്ടതല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു കസിന് ഉണ്ടായിരുന്നു, ആ ഉമ്മ വയ്യാണ്ട് കിടക്കുന്ന പറഞ്ഞപ്പോ നമ്മളവിടെ കാണാൻ പോയി. പിന്നെ അവിടെ കുറെ ദൂരം ഉണ്ടായിരുന്നു, 40-45 മിനിറ്റ് നടക്കണമായിരുന്നു. എന്നാലും വേണ്ടില്ല, നമ്മൾ നടന്നു. പിന്നെ അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോ അയക്കാക്ക് ഒരേ നിർബന്ധം, ഭക്ഷണം കഴിച്ചിട്ട് പോ, ഭക്ഷണം കഴിച്ചിട്ട് പോ. നമുക്ക് അവിടെ ഇങ്ങനെ ചെന്നപ്പോ തന്നെ നല്ല നമ്മളെ നാടൻ ഫുഡിന്റെ മണമൊക്കെ ഉണ്ട്, കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും പിന്നെ അതെങ്ങനെ ഇപ്പൊ അവിടെ കഴിക്കാം. അപ്പൊ അവർ പറഞ്ഞു അവിടെ 200 പേരെ അവരുള്ളൂ, മറ്റേ കോഴിക്കോട് അൽമനാർ ഗ്രൂപ്പാ, അങ്ങനെ എന്തോ ഒരു ഗ്രൂപ്പിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു. പക്ഷെ 250 പേർക്കുള്ളൊക്കെ ഭക്ഷണം അവിടെ കൊണ്ടുവന്നിട്ട് കൊട്ടിക്കളയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മളവിടെ ഫസ്റ്റ് സെറ്റ് തന്നെ നമ്മളിരുന്നു. മാഷാ അല്ലാ, അടിപൊളി ഫുഡായിരുന്നു. അതന്ന് കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്ന് എല്ലാരെയും കൊതിപ്പിച്ച്. പക്ഷെ അവര് പറയണ്ടായി, അവർക്ക് അത് ഈ പറഞ്ഞ മാതിരി നല്ല എണ്ണയും ഇതൊക്കെ കൂടുതലുണ്ടായിട്ട് അവർക്കത് ബുദ്ധിമുട്ടായിരുന്നു, അവരുടെ വയറിനൊക്കെ ബുദ്ധിമുട്ടായി എന്നൊക്കെ. അതൊക്കെ ഉണ്ടാവട്ടോ. ഇപ്പൊ ഇവിടെ തന്നെ നമ്മള് കുറെ പേർക്ക് വയറിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്കും ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവർ ഈ ഫോൾ എന്ന് പറഞ്ഞാൽ മറ്റേ രാജ്മ പയറില്ലേ, അങ്ങനത്തെ ഒരു സാധനം, അതൊക്കെ അവർ സെർവ് ചെയ്തിരുന്നു. നമ്മള് പ്രോട്ടീനും ഇതൊക്കെ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ എടുത്ത് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് പിന്നെ ഇത് കാര്യം മനസ്സിലായി, ഗ്യാസ് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ നമ്മളത് നിർത്തി. അങ്ങനൊക്കെ. പിന്നെ അവിടെ ഇത് പറഞ്ഞപ്പോഴും ഓർമ്മ വന്നത്, ആ ഉമ്മാനെ നമ്മൾ കാണാൻ പോയില്ലേ, അവിടെ നമ്മ ചെന്നിട്ട് കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഇത്, അവിടെ ഈ പറഞ്ഞ മാതിരി നമ്മളെ പോലെ തന്നെ 4 പേര് തന്നെയായിരുന്നു, സ്ത്രീകൾ ഒരുമിച്ച് ഒരു റൂമിൽ. പക്ഷെ ആ ഉമ്മാനെ ഈ ബാക്കി 3 പേര് എൻ്റെ ഒക്കെ ഒരു പ്രായമുള്ള ഒരു ലേഡീസ് ആയിരുന്നു. അവര് നോക്കിയിരുന്ന നോട്ടമുണ്ടല്ലോ, ഒരു മക്കളും മരുമക്കളും നോക്കൂല അവിടെ. അങ്ങനെ അത്രയും കെയർ. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്ക്. അവർക്ക് എല്ലാവർക്കും പഠിച്ചോണ്ട് അതിന്റെ പ്രതിഫലം ഇതാക്കി കൊടുക്കട്ടെ. കാരണം നമ്മള് അങ്ങനെയാണ്, അത് അവിടെ ചെന്നാ നമ്മള് ഒരു വേറെ നമ്മളാവും. അങ്ങനെ അത് ആ കുട്ടികൾ നന്നായി നോക്കിയിട്ടുണ്ടായി, മാഷാ അല്ലാ. അങ്ങനെ പിന്നെ നമ്മൾ എവിടെയും എങ്ങനെയും നമ്മൾ പൊരുത്തപ്പെടും. അങ്ങനെയുള്ളതിന് ഒരു തെളിവാണ് നമ്മളെ മറ്റേ ഇതില്ലേ, ലോണ്ട്രി. നമുക്ക് ലോണ്ട്രി ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ പിന്നെ ഇങ്ങനത്തെ ഫെസിലിറ്റി ആയ കാരണം നമുക്ക് ഇത് അലക്കിട്ടാലും ഉണങ്ങൂലായിരുന്നു. അങ്ങനെ നമ്മൾ അലക്കൊക്കെ ചെയ്തിട്ടാ, ലോണ്ട്രി കൊടുത്തിട്ട് അലക്കാം. പക്ഷെ അത് 2-3 അപായം നമ്മൾ അങ്ങനെ ചെയ്ത്. പിന്നെ നമ്മൾ ഈ അണ്ടർ കൊണ്ടൊന്നും അങ്ങനത്തെ പറ്റൂലല്ലോ. അതൊക്കെ നമ്മൾ അങ്ങനെ അലക്കി ഉണക്കിയെടുക്കല. ഹെയർ ഡ്രയർ വെച്ചിട്ട് പോലും നമ്മൾ ഉണക്കിയെടുക്കാം എന്ന് നമ്മൾ പഠിച്ചു. അത് ഫൗസിൽ തന്നെ പഠിപ്പിച്ചെന്നു. പിന്നെ ഒരു ബക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ടായി ഉമ്മയുടെ നിർദ്ദേശപ്രകാരം. അത് നന്നായി. അതിന് എൻ്റെ ഉമ്മാക്ക് കിട്ടിയ ദുആകളൊക്കെ അതിരില്ല, അൽഹംദുലില്ലാ. പിന്നെന്താ, പിന്നെ മീനയുടെ ടെന്റിൽ ചെന്നപ്പോ നമുക്ക് ഉണ്ടായിരുന്ന, പിന്നെ അവിടെ കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ഫസ്റ്റ് തന്നെ വന്നിരുന്നു. അപ്പൊ അതില് നമുക്ക് കിട്ടിയ സ്ഥലം നമ്മളിങ്ങനെ തന്നെ, എനിക്ക് തോന്നിയത് ഒരു ഖബറിനെ ഓർമ്മിപ്പിക്കണതായിരുന്നു ആ സ്ഥലം. പിന്നെ നമ്മളെ ഭാഗത്തുനിന്ന് പോയവരെങ്ങനെയാണ് കിടന്നിരുന്നത് എനിക്കറിയില്ല. ശരിക്കും ഇങ്ങനെ ഒരു ഖബർ പോലെ ഒരു സംഭവം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിടക്കാം. ശരിക്കും ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇതല്ലേ, ഇത് ഇത്രയല്ലേ ഉള്ളൂ ഖബർ. അങ്ങനെ പിന്നെ അതായത് ഒരു ബെഡ് കം സോഫയാണ്. അത് സോഫയാക്കി ഇടാം, ബെഡും ആക്കി ഇടാം. അപ്പൊ എന്റെ നേരെ ഓപ്പോസിറ്റിൽ നിൽക്കണ ലേഡി ഈ ഒരു പിന്നെ എന്താ ഹൈദരാബാദി ജാക്കിർ ആന്റി എന്ന് പറയാം. അങ്ങനെ അവര് എന്താവോ ഭയങ്കര ക്ഷീണം അവർക്ക്. നമ്മള് ഫസ്റ്റ് ചെല്ലുമ്പോ തൊട്ടേ ക്ഷീണം കാണുന്നുണ്ട്.
അപ്പോ ഞാന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ പരിചയപ്പെട്ട് അങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെ പിന്നെ സുഖമില്ല, പനിയാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു നാളെ അറഫയാണ്, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു പിന്നെ എല്ലാ പെനഡോള് കഴിച്ചിട്ടുണ്ട്, പിന്നെ കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മഗ്‌രിബ് കഴിഞ്ഞപ്പോ പിന്നെയും ഞാൻ ചോദിച്ചു പിന്നെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല, ഇശാ കഴിഞ്ഞിട്ട് പോവാം. ഞാൻ പറഞ്ഞു അത് കാക്കണ്ട, ഇശാന്ന് കഴിയാൻ കാക്കണ്ട, പോവാം നമുക്ക്. അപ്പൊ അവിടെ അടുത്ത് ക്ലിനിക്ക് ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ, പക്ഷെ എനിക്കൊരു കുന്തിക്കൊന്നും അറിയില്ല. അപ്പൊ പുള്ളി പറഞ്ഞില്ല, ഞാൻ ഹസ്ബൻഡിനെ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഹസ്ബൻഡിനെ വിളിച്ച് പോയി. ഭയങ്കര ടയേർഡായിരുന്നു ട്ടോ ഈ സ്ത്രീ. അങ്ങനെ പുള്ളി ഡോക്ടറിനെ കണ്ടു വന്നപ്പം പുള്ളി നേരത്തെ പോയ പുള്ളിയല്ല, തിരിച്ചു വന്നപ്പോ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആളായി മാറി. അപ്പൊ പിന്നെ ഞാൻ പതുക്കെ പതുക്കെ ഹസ്ബൻഡിന്റെ അടുത്ത് കൊണ്ടായി കൊടുത്തു, അത്രയും വയ്യായിരുന്നു പുള്ളിക്ക്. പിന്നെ തിരിച്ചു വന്നപ്പോ പറയുന്നുണ്ട് അത് ഹജ്ജിന്റെ ആ ഒരു സമയത്ത് വരുന്ന ഒരു തരം ഫ്ലൂ ആണെന്ന്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ പോണവര് വിചാരിക്കും നമുക്ക് ഒരു പെനഡോള് കഴിച്ചാൽ കുഴപ്പമുണ്ടാവില്ല, അതാവില്ല ഇതാവില്ല. പക്ഷെ അവിടുത്തെ ഫ്ലൂവിന് അതിൻ്റെതായ മരുന്നുകളും ഇഞ്ചക്ഷനും ഒക്കെ അവര് കൊടുത്തപ്പോ ഒരു 5 മിനിറ്റിൽ ഈ സ്ത്രീ ഓക്കെ. എന്നാ ആയിരങ്ങള് അവിടെ ആ ക്ലിനിക്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ സ്ത്രീ. പിന്നെ അത് കഴിഞ്ഞപ്പം ഇവരെ പിറ്റേ ദിവസം തൊട്ട് ഇവരെ മറ്റേ ചുണ്ടിന്റെയും മൂക്കിന്റെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ആയിട്ട് വന്നിട്ടുണ്ടായി. അത് നമ്മളെയും കൂടെ പോയ ഒരു സ്ത്രീക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ അത് ഒരു തരം ഫ്ലൂ ആയിരുന്നു. അപ്പൊ അവിടുത്തെ ഇതുകൾക്ക് അവിടുത്തെ ആൾക്കാർക്ക് അറിയാം അതിനെന്ത് മെഡിസിൻ ചെയ്യണം, ഇതാക്കണം. നമ്മള് കുഴപ്പമില്ല പെനഡോൾ കഴിച്ചിരിക്കാം അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമ്മളിന്ന് പോണോര് പിന്നെ ഇൻഷാല്ല അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാം. കാരണം അവിടുത്തേതായ മരുന്നുകൾ അവർ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിന് ഷിഫ കിട്ടും. അങ്ങനെ പിന്നെന്താ, പിന്നെ നമ്മളെന്താ പിന്നെ ഇനി അങ്ങനെയുള്ളത്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അത് ആ പെൺകുട്ടി അതും വെച്ചിരുന്നിരുന്നെങ്കിൽ പിന്നെ പിറ്റേന്ന് കല്ലെറിയാനും ഇതാക്കാനൊക്കെ പോവാനും അതിന് പറ്റുമായിരുന്ന. അപ്പോ അത് അന്നേരം അത് പോയത് അൽഹംദുലില്ലാ അതിനൊരു ഇതായി. പിന്നെ ഇതുപോലെ നമ്മള് തിരിച്ചു പോണ സമയത്ത് ഇതുമാതിരി എയർപോർട്ടിൽ നിന്ന് അതൊക്കെ ഒരു കടമ്പ തന്നെയായിരുന്നു. എയർപോർട്ടിൽ 6 മണിക്കൂർ മുന്നേ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ ചെന്നു. പിന്നെ നമ്മളെ പുറത്താക്കി. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അതിലുണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് ലാസ്റ്റ് പോരുന്ന നേരം എല്ലാവർക്കും 5 ലിറ്റർ സംസം. പിന്നെ വേറൊരു ഗിഫ്റ്റ് കിട്ടിയേ. അത് എനിക്കിങ്ങനെ തോന്നിയത് എനിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഒരു വിലമതിക്കാനാവാത്തൊരു ഗിഫ്റ്റാണെന്ന്. കാരണം ഞങ്ങൾ ഇന്ന് പോയ ചിലർക്കൊന്നും എന്തുകൊണ്ടോ അത് കിട്ടിയില്ല. അതെന്താന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കലാമായ ഒരു ഖുർആൻ, വലിയൊരു ഖുർആൻ. മഹത്തായ ആ ഗിഫ്റ്റ് കിട്ടി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പൊ ഇത്രക്കെ ഉള്ളൂന്നാ തോന്നുന്നത്. പിന്നെ നമ്മള് ഹജ്ജിന്റെ വേളയിൽ നിന്നല്ല, എപ്പോഴും എന്ത് കാര്യങ്ങളും നമ്മൾ ആസ്വദിച്ച് ചെയ്യാം. അപ്പോഴാണ് ആ തൃപ്തിയും നമുക്ക് ലഭിക്കുക. പിന്നെ നമ്മൾ ഹജ്ജ് കഴിഞ്ഞെന്ന് കരുതിയിട്ട് പിന്നീടുള്ള ജീവിതത്തിൽ ആ തഖ്വയും ഉൾക്കൊണ്ട് തന്നെ ജീവിക്കാം. പിന്നെ അതവിടെ ഇട്ടിട്ട് പോരല്ല. ഓരോരുത്തരുടെയും ഹജ്ജ് നഷ്ടപ്പെടുത്താതിരിക്കുക. നേടിയതെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു മിനിറ്റേ. മോള് വന്നതായിരുന്നു. ഓക്കെ, അപ്പം നേടിയതെല്ലാം പഠിച്ചോന് ഇതാക്കി തരട്ടെ, എല്ലാം സ്വീകരിക്കട്ടെ. മരണം വരാൻ നിലനിർത്താൻ റബ്ബ് സഹായിക്കട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരവും സക്കാത്തും ഹജ്ജും ഓരോ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم عنا على ذكرك وشكرك وحسن عبادتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين يا رب. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. എല്ലാരും ഇവിടെ തന്നെ ഇല്ലേ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. എല്ലാരും ഇവിടെ ഇല്ല, മക്കത്ത് പോയിട്ട് വന്നതാണ്.